ഷൈനിമാരും ജിസ്മോൾമാരും ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. അരി അളന്ന് തരുന്ന അമ്മച്ചിയാണ്. ഈ അരി അളന്ന് തന്നിട്ട് അഥവാ നമ്മൾ ചോറ് എടുക്കുവാണെങ്കിൽ പറയും പട്ടിക്ക് വെട്ടിക്കോരി വെക്കുന്നത്. കഴിക്കാൻ ഞാൻ എടുക്കുമ്പോൾ എന്നോട് പറയുന്നത് പട്ടിക്ക് വെട്ടിക്കോരി വെക്കുന്നത്. കാരണം നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴേ ഈ അമ്മച്ചി പറയുന്ന പട്ടിക്കാ വെട്ടിക്കോരി വെക്കുന്നത്. വീട്ടിൽ ഞങ്ങൾ താമസിപ്പിക്കാതായിട്ട് ഞങ്ങൾ വീടിൻ്റെ സൈഡിലോട്ട് ഒരു ഷെഡ് പോലെ വെച്ചിട്ട് അതിനകത്ത് കഞ്ഞി വെച്ച് ഞങ്ങൾ കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തെ ആ കഞ്ഞിക്കകത്ത് മണ്ണ് വാരി ഇടുക. ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് അപ്പച്ചൻ വന്ന് തുറന്ന് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് ചെയ്ത് വെച്ചിട്ട് പോവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഹാരം കഴിക്കാനൊക്കാത്ത അവസ്ഥയാണ്. സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം കിട്ടണം. കാരണം എങ്ങും പോയി ജോലി ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എവിടെയെങ്കിലും പോയി ഒരു ഹോം നേഴ്സ് ആയിട്ടൊക്കെ ഞാൻ നോക്കാൻ പോയി. അവിടെയൊക്കെ പോയി നിൽക്കുമ്പോൾ എനിക്ക് നമ്മൾക്ക് 28 ദിവസം പൂർത്തിയായിട്ട് നിൽക്കണം. ഈ 28 ദിവസം എനിക്ക് നിൽക്കാൻ പറ്റില്ല. കോടതിയിൽ 3, 4, 5 കേസാണ് ഒരു മാസത്തിൽ വരുന്നത്. നമ്മൾ കേസിന് വന്നു കഴിയുമ്പോൾ അവർ പിന്നെ തിരിച്ച് നമ്മളെ വിളിക്കത്തില്ല. എനിക്കൊരു പ്രയോജനം എനിക്കെന്ന് തന്നെയല്ല, എന്നെ പോലെ അനേകരുണ്ട്, അവർക്കൊക്കെ ഒരു പ്രയോജനം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ച് സാറിനോട് ഇങ്ങനെ ഒന്നോ കാര്യം പറഞ്ഞത്. കാരണം ഇത് കോടതി കിടക്കുന്ന കേസാണ്. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞത് ഇത് ഇപ്പൊ ഏത് രീതിയാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. കൊല്ലം ജില്ലയിൽ നിന്നും ഒരു വീട്ടമ്മ കഴിഞ്ഞ ദിവസം ITV ന്യൂസിന്റെ ഓഫീസിൽ എത്തി ഞങ്ങളുമായി പങ്കുവച്ച അനുഭവം ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെയുള്ള കുടുംബ പ്രശ്നങ്ങൾ ലക്ഷക്കണക്കിനുണ്ടാവാം. പക്ഷേ ഞങ്ങൾ ഈ വീട്ടമ്മയുടെ പ്രശ്നങ്ങൾ സശ്രദ്ധം കേൾക്കുവാൻ കാരണം, അവർക്കൊരു ചെവി കൊടുക്കുവാൻ കാരണം, അവർക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് കരുതി മാത്രമല്ല, ഈ അനുഭവം ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണു തുറപ്പിക്കുവാൻ ഒരുപക്ഷെ സഹായിച്ചേക്കും എന്ന് പ്രതീക്ഷിച്ചാണ്. ഈ വീട്ടമ്മയുടെ വിഷമതകൾ വെറുമൊരു ആപരാധി പറച്ചിലായി തള്ളിക്കളയരുത്. നമ്മുടെ കുടുംബങ്ങളിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. കാര്യമായ അന്വേഷണങ്ങളൊന്നും നടത്താതെ നടത്തുന്ന കല്യാണങ്ങൾ, ഓരോ കുടുംബങ്ങളുടെയും പലതരത്തിലുള്ള ചിന്താരീതികൾ, പെൺമക്കൾക്ക് കല്യാണശേഷം ഒരു പ്രശ്നമുണ്ടായാൽ സ്വന്തം കുടുംബാംഗങ്ങളുടെ വരെ നിലപാടുകൾ, രക്ഷപ്പെടാമെന്ന് കരുതി പോലീസിനെയും കോടതിയെയും സമീപിച്ചാൽ അവിടെ ഉണ്ടാകുന്ന കാലവിളംബം, ഇതിനെയൊക്കെ അതിജീവിച്ച് ഒരു സ്ത്രീക്ക് എത്ര കാലം പിടിച്ചു നിൽക്കുവാൻ സാധിക്കും? അവർ എങ്ങനെ മുന്നോട്ട് പോകും? എല്ലാം അടുത്തൊടുക്കം ജീവനൊടുക്കി കഴിയുമ്പോൾ മുതലക്കണ്ണീരുമായി ആയിരങ്ങൾ വരും. എന്നോടൊന്ന് പറഞ്ഞിരുന്നു എങ്കിൽ എന്ന ആ സ്ഥിരം പല്ലവിയോടെ. ഈ വീട്ടമ്മയുടെ പേര് ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ദുരിതമനുഭവിക്കുന്ന ഇതേപോലെയുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ പ്രതിനിധിയാണ് ഇവർ. ഇത് കണ്ട് സ്വയം നമുക്കൊരു വിലയിരുത്തൽ നടത്തുന്നതിനും നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ മൂലം ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു മാനസാന്തരം വന്ന് അതിനൊരു മാറ്റം വന്നെങ്കിൽ എന്ന് പ്രത്യാശിച്ചാണ് ഞങ്ങൾ ഈ മാതൃദിനത്തിൽ ഇപ്രകാരം ഒരു വീഡിയോ പുറത്തുവിടുന്നത്. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൈപിടിച്ച് വന്നവർക്ക് ഇതുപോലെ കണ്ണീരും കയ്യുമായി മറ്റാരുടെയെങ്കിലും മുന്നിൽ പോയി ഇരിക്കുവാൻ നമ്മളായിട്ട് ഒരു അവസരം ഉണ്ടാക്കണോ എന്ന് മാത്രം ആലോചിക്കുക. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ 6 മക്കളാണ്. 4 പെണ്ണും 2 ആണും. അച്ഛൻ മരിച്ചുപോയി, അമ്മ മാത്രമേ ഉള്ളൂ. 98 കല്യാണം കഴിച്ചു വിട്ടത്. ഒരു ഗൾഫുകാരൻ്റെ കൂടെയാണ് വിട്ടത്. അപ്പം അവിടെ കല്യാണം കഴിച്ചിട്ട് 6ാമത്തെ ദിവസം അയാൾ ഗൾഫിലേക്ക് പോകുമായിരുന്നു. ഗൾഫിലോട്ട് പോയി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ആ വീട്ടിൽ, അപ്പോൾ കല്യാണം കഴിയുന്ന സമയത്തെന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് അന്ന് വെള്ളപ്പൊക്കമുള്ള സമയമായിരുന്നു. 98 വെള്ളപ്പൊക്ക സമയത്തായിരുന്നു. അപ്പോൾ കല്യാണം നടന്നത് തന്നെ 3:30 കല്യാണം നടക്കുന്നത്. തിരിച്ച് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുന്നത് രാത്രി 9 മണി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് കയറുന്നത്. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ അവർ വന്ന് തിരിച്ച് കൊണ്ടുപോകുമായിരുന്നു. ചെറുക്കനെ നാട്ടിൽ നിൽക്കാൻ അതിന് വേണ്ടി സമയമില്ലെന്നും പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം ഇങ്ങനെ തിരിച്ചങ്ങ് പോവുകയും ചെയ്തു. പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അയാളുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ആ സമയങ്ങളിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇച്ചിരി ഭൂസ്വത്തുക്കളൊക്കെ ഏറെ ഉള്ളവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റബ്ബർ അങ്ങനെയൊക്കെ ഉള്ളതും പിന്നെ കന്നുകാലി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായതുകൊണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അവിടെ കല്യാണത്തിന് വന്നപ്പോഴത്തേന് ആരാണ്ട് പറഞ്ഞു ഞാൻ റബ്ബർ വെട്ടിയും പശുക്കളെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു വിട്ടത്. കാരണം അവിടെ അവർക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ റബ്ബർ വെട്ടാൻ ആളിനെ നിർത്തിയേക്കുമായിരുന്നു. അപ്പോൾ ഈ ഇത് കാരണം ഞാൻ റബ്ബർ വെട്ടുമെന്ന് അറിയുന്നത് കാരണം റബ്ബർ വെട്ടുകാരനെ പോലും അവർ മാറ്റിയിട്ട് ഒരു പശുവിനെ മേടിച്ചിട്ട് എനിക്ക് ഒരു പശുവിനെ മേടിച്ച് തന്നിട്ട്, അപ്പോൾ ഈ റബ്ബറും വെട്ടണം, കറ എടുക്കണം, ഈ പശുവിനെയൊക്കെ ആ സമയത്ത് കറന്ന് മിൽമായിൽ കൊടുത്ത് ഒക്കെ ചെയ്യണം. അപ്പോൾ എനിക്ക് ആ സമയങ്ങളിൽ എനിക്ക് ഒരു കുറച്ച് ദിവസം കഴിയുമ്പം തൊട്ടപ്പം എൻ്റെ അമ്മയെന്ന് പറയുന്നത് ഒരു ഹിന്ദുവ കുടുംബത്തിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയെ കെട്ടിയതാണ്. അപ്പോൾ അത് ഇവർക്കൊരു
ഒരു പ്രശ്നമുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. ഇപ്പൊ പറഞ്ഞാലും ഈ ആ ഒരു പിന്നെ അമ്മയുടെ ജാതി പറഞ്ഞ് ഈഴവ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും അമ്മയെ കുറ്റം പറയുമായിരുന്നു. കുറ്റം പറഞ്ഞിട്ട് എപ്പോഴും എന്നെ വേദനിപ്പിക്കുമായിരുന്നു. അയൽവക്കത്ത് തന്നെ ഞങ്ങള് കത്തോലിക്കയായിരുന്നു, അവര് CSIയില്, എന്നെ CSIയിലോട്ടാ കെട്ടിച്ചു വിടുന്നത്. അപ്പം അടുത്തുള്ള പിന്നെ ഈ ഈഴവ സമുദായക്കാരെ പോകുമ്പം തന്നെ അവരെ കുത്തി എൻ്റെ അമ്മയെ കളിയാക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി. അപ്പൊ നമ്മൾ ഒത്തിരി വേദനിക്കും. അപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് ആരും അങ്ങോട്ട് വരാനോ എന്നെ വീട്ടിലോട്ട് വിടുവോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം, അത് ക്രിസ്മസ്, ഓണം, ഇങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ അപ്പച്ചൻ എന്നെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഭർത്താവിന്റെ അപ്പൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടാക്കിയിട്ട് നാളെ രാവിലെ തിരിച്ചു വരണമെന്ന് പറയും. തിരിച്ച് രാവിലെ എന്നെ ഒറ്റയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാവും. എൻ്റെ അച്ഛൻ തിരിച്ച് ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് കൊണ്ടാക്കണം. പിറ്റേന്ന് രാവിലെ തന്നെ അച്ഛൻ തിരിച്ച് എന്നെ കൊണ്ടാക്കും. അങ്ങനെ അച്ഛൻ വയ്യാത്തതായിരുന്നു. അച്ഛന് വലുവിൻ്റെ അസുഖം ഉള്ളതായിരുന്നു. എന്നിട്ടും എന്നെയും കൊണ്ട് അച്ഛൻ അവിടെ പോകുമായിരുന്നു. അവിടെ ചെല്ലുന്നുണ്ട് എൻ്റെ അച്ഛൻ അവരെ വീട്ടിലോട്ട് കയറാൻ ഇച്ചിരി കയറ്റവാ. അപ്പൊ കയറി ചെല്ലുമ്പോൾ അച്ഛൻ ഇച്ചിരി വലിക്കും. അന്നേരം എൻ്റെ ഇളയ നാത്തും പറയുന്നതാ വലിപ്പം കയറി വരുന്നെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛനെ, അപ്പം എൻ്റെ കേക്ക് തന്നെ കളിയാക്കും. അവിടുന്ന് ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ അച്ഛന് കൊടുക്കത്തില്ല, കുടിക്കാനോ കഴിക്കാനോ ഒന്നും. ഈ അടുക്കള കാണു ചടങ്ങെന്നും പറഞ്ഞുകൊണ്ടൊരു ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ അതിന് എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ട് വന്നപ്പം അവിടെ ആരും കല്യാണത്തിന് പോയിട്ടില്ല. വെള്ളപ്പൊക്കമായത് കാരണം ആരും കല്യാണത്തിനൊന്നും പോകാനൊത്തില്ല. ആകെ പോയത് 15 പേരാ പോയത് കല്യാണത്തിന്. എന്നവരെല്ലാം തിരിച്ച് വീട്ടിലോട്ടിങ്ങ് പോയിരുന്നു. അപ്പം അടുക്കള കാണാൻ പിന്നെ എല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്ന കുറച്ച് പേര്. വന്നപ്പം എൻ്റെ അമ്മയുടെ ആൾക്കാരൊക്കെ ഈ പൊട്ടിട്ടവരൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നം ഉണ്ടാക്കിയിട്ട് അപ്പം അത്രയും ആൾക്കാർ ചെന്നപ്പം ചായ തികയാത്തതിന് ഇവര് വെള്ളം കോരി ചായക്കകത്തൊഴിച്ച്, ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്നു, പച്ചവെള്ളം കോരി ചായക്കകത്തൊഴിച്ച് ചായ കൂട്ടി എല്ലാവർക്കും കൊടുത്ത്. എനിക്ക് ആരോടും പറയാനൊക്കത്തൊരവസ്ഥയായിപ്പോയി. കാരണം നമ്മൾ പറഞ്ഞു അവരാരും കുടിക്കത്തില്ല. അപ്പൊ അവിടെ ഞാൻ അത്രയും ദിവസം കൊണ്ടും ചെന്നതിൻ്റെ അന്ന് തൊട്ട് തന്നെ ഈ പ്രശ്നം ഉണ്ടാക്കി ഇതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കല്യാണം കഴിഞ്ഞൊരു വീട്ടിലോട്ട് ചെല്ലുമ്പം നമ്മൾ എന്തായാലും ഒരു അടച്ച മുറിയായിരിക്കുമല്ലോ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു മുറി തന്നിട്ടില്ലെന്ന് വെച്ചാല്, അപ്പം ഇവരുടെ റൂമെന്ന് വെച്ചാൽ നേരെയുള്ള റൂമായിരുന്നു. അപ്പൊ അങ്ങേ അറ്റത്തെ മുറിയാണ് ഞങ്ങൾക്ക്. ആ മുറിയിൽ കട്ടിലെടുത്തിട്ടേക്കുന്ന 2 കതക് അങ്ങോട്ടും ഇങ്ങോട്ടും തുറക്കുന്ന സൈസിലുള്ള കഥകായിരുന്നു. അപ്പോൾ ഒരു കഥക് അങ്ങോട്ട് തുറന്നിട്ട് ആ കഥകയിൽ കട്ടിൽ വെച്ചിട്ട് ഇപ്പുറത്തെ ഒരു കഥക അടയ്ക്കാൻ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ രാത്രി ഞങ്ങൾ കിടക്കുന്ന സമയത്ത് അമ്മച്ചി എപ്പോഴും ആ റൂമിനകത്തോട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ പോലും ഒരു അന്ന് പോലും തന്നിട്ടില്ല. ആ സമയത്ത് പോലും, കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന സമയത്ത് പോലും. അപ്പൊ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാനും ഓർത്ത്, ഞാൻ വീട്ടിൽ ഇളയതാണ്. എൻ്റെ 19.5 വയസ്സെന്ന് പറയുമ്പോൾ 19 വയസ്സിന് കെട്ടിച്ചിട്ടെന്ന് പറഞ്ഞാൽ അത്രയും വയസ്സ് ആ സമയത്തില്ല. കാരണം ആ സമയത്ത് നമുക്ക് ഈ റേഷനും ഒക്കെ കിട്ടേണ്ടതുകൊണ്ട് വയസ്സ് കൂട്ടി വെച്ചു. അപ്പൊ എനിക്ക് 18 വയസ്സൊക്കെ അടുപ്പിച്ച് വരുമ്പോഴാണ് എന്നെ കെട്ടിച്ചു വിടുന്നത് തന്നെ. അപ്പൊ എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് ഒരു പെണ്ണ് കാണാൻ ഇയാൾ ചെല്ലുമായിരുന്നു. അപ്പൊ ചെന്നപ്പോൾ ആ പെണ്ണ് വേറെ ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ അപ്പച്ചൻ, അമ്മായിപ്പൻ, നിങ്ങൾ എവിടെ പോയതാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇന്നതുപോലെ പോയതാന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞ് എൻ്റെ മരുമോടെ അനിയത്തിയുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമേ ആയുള്ളൂ, ഇപ്പൊ കെട്ടിച്ചു വിടൂല്ലെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടാ അവരെ കൂട്ടി എന്നെ പെണ്ണ് കാണാൻ വിടുന്നത്. അങ്ങനെ ആ വീട്ടിൽ വന്നപ്പോൾ അച്ഛന് വയ്യാത്തതുകൂടായപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും കൊച്ചിനെ കെട്ടിച്ചുവിടാം, ഒരു ഗൾഫുകാരനല്ലയോ, കെട്ടിച്ചുവിടാം. അപ്പം എനിക്ക് പഠിത്തമൊന്നുമില്ല, വലിയ പഠിത്തമൊന്നുമില്ല. അപ്പം പഠിത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ ഓഹരി അന്ന് ലോൺ വെച്ചിട്ട് എനിക്ക് എല്ലാം തന്നത് 26 പവനും 1.5 ലക്ഷം രൂപയെന്ന് വെച്ചാൽ 50,000 കല്യാണ ചെലവും 1 ലക്ഷം ശ്രീധനമായിട്ട് തന്ന്, അങ്ങനെ 26 പവനും 25 സെന്റ് സ്ഥലവും അതിൻ്റെ കൂടെ എനിക്ക് തന്നിട്ടുണ്ട് 1998. അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഭൂസ്വത്തുക്കൾ ഏറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ 25 സെന്റ് സ്ഥലവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ അച്ഛൻ തന്നെ എഴുതി വെച്ചേക്കുന്നതാണ്, ഞങ്ങളുടെ കൊച്ചിൽ തന്നെ. അപ്പം അത് ഞങ്ങൾ പോക്കുവര പോലും ചെയ്തത് എൻ്റെ ഇളയ ആങ്ങളെയും, അവനും 18 വയസ്സായതിന് ശേഷമാണ് അത് പോക്കുവര ചെയ്യിക്കുന്നത് പോലും. അങ്ങനെ അത് ഇത്രയും തന്നു കഴിഞ്ഞിട്ട് തന്നെ പിന്നെ എല്ലാം കഴിഞ്ഞ് ഇത്രയും സ്വത്തുക്കളൊക്കെ തന്ന് ഇത് കിട്ടിയിട്ടും എൻ്റെ അനിയൻ പറയുന്നത് എനിക്ക് പഠിത്തവും ഇല്ല, സൗന്ദര്യവും ഇല്ല, പിന്നെ മുതലും ഇല്ലെന്നും പറഞ്ഞിട്ട് അനിയൻ ഗൾഫിലായിരുന്നു. അനിയൻ വെക്കേഷന് നാട്ടിൽ വരുന്ന സമയത്ത് അവൻ അതിക്രൂരമായി എന്നെ നാണം കെടുത്തി എന്നെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഡിസംബർ മാസം തന്നെ മൂത്ത നാത്തുവിൻ്റെ കല്യാണമായിരുന്നു. കല്യാണ സമയത്ത് പിന്നെ നാത്തുവിന്
പൈസ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കി. അപ്പം എൻ്റെ സ്വർണം കൊടുക്കണമെന്നായി, എൻ്റെ വസ്തു വിറ്റ് കൊണ്ടുവരണമെന്നായി. അപ്പോൾ അപ്പച്ചൻ എൻ്റെ വസ്തു വിൽക്കാനായിട്ട് എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞ് അതിൽ കുറേ കപ്പ കിടപ്പുണ്ട്, അത് പറിച്ച് വിറ്റ് കാശ് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് വീട്ടിൽ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഒരു 20,000 രൂപ ഞങ്ങൾ അന്നേരം കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് അന്നേരം കിട്ടണമെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് പിന്നെ ഉടനെ ആ 20,000 രൂപ എൻ്റെ വീട്ടുകാർ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ കല്യാണമൊക്കെ എല്ലാം നടന്നു കഴിഞ്ഞ് പിന്നെ അനിയൻ്റെ കല്യാണ സമയത്ത് എനിക്കാണെങ്കിൽ എൻ്റെ കെട്ടിന് 5 പൈസ എൻ്റെ പേർക്ക് അയച്ചു തരത്തില്ല, അപ്പച്ചൻ്റെ പേർക്ക് അയച്ചു കൊടുക്കുന്നത്. എനിക്ക് പൈസ എന്ന് പറയുന്ന ഒരു സാധനവും തരത്തില്ല. അപ്പോൾ അപ്പച്ചൻ പറയുന്നത് അവൻ നിന്നെ കെട്ടിയെന്നേ ഉള്ളൂ, ഞാനാ നിനക്ക് ചെലവിന് തരുന്നതെന്നാണ് അപ്പച്ചൻ പറയുന്നത്. അപ്പം അന്ന് എനിക്കെന്തെങ്കിൽ വർഷത്തിൽ എനിക്ക് 2 നൈറ്റി പിന്നെ ഒരു ചെരുപ്പ് ഇങ്ങനെയൊക്കെയുള്ള സാധനമേ എനിക്ക് വാങ്ങിത്തരത്തുള്ളൂ. അപ്പോൾ എൻ്റെ ചെരുപ്പ് എന്ന് പറയുന്നത് എനിക്ക് സിൽപ്പറാണ് വാങ്ങിത്തരത്തുള്ളൂ. അതാകുമ്പോൾ വീട്ടിൽ വിടാം, പുറത്ത് വിട്ടോണ്ട് പോകാം. അവിടെ ആണെങ്കിൽ ഈ വെള്ളമില്ലാത്ത സ്ഥലത്ത് ഈ ആറ്റിൽ പോയി ഞങ്ങൾ കുളിക്കാൻ നനയ്ക്കൊക്കെ വേണം. ഈ ആറ്റിൽ പോകുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഉച്ചയോടായപ്പോൾ അമ്മച്ചി പറഞ്ഞു നമുക്ക് ആറ്റിൽ പോകാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഉച്ചയാ വേണ്ട പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഒക്കത്തില്ല പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വീട്ടിൽ 2 കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ആറ്റിൽ പോകുന്നു. ആറ്റിൽ ചെന്ന് തുണി കഴുകി നീ ഇത്രയും വെള്ളവും കൂടി തിരിച്ചു വരാൻ വയ്യത്തിന് ഞങ്ങൾ ഉണക്കിക്കൊണ്ടാണ് വരുന്നത്. അപ്പം ഉണക്കാൻ പാർപ്പുറത്ത് വിരിച്ചിട്ട് ഇപ്പം പാർപ്പുറത്തിന് താഴെ കയവാണ്. ഈ കയത്തിൻ്റെ അടുത്ത് ഞാൻ തിരിഞ്ഞ് നിന്ന് തുണി വിരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മച്ചി പുറകെ കൂടെ വന്ന ഒരൊറ്റ തള്ളു, ഞാൻ കയത്തി വീണു. പക്ഷേ എനിക്ക് നീന്തറിയാമെന്ന് അമ്മച്ചിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ നാട്ടിൽ പശുവൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ ആറുണ്ട്. ഞങ്ങൾ ആറ്റിൽ അപ്പുറത്ത് പോകുമ്പോൾ ഡാം തുറന്നു വിടുന്നതാണ്. ഇക്കരെ വരുമ്പോൾ ഞങ്ങൾ ഈ പശുവിൻ്റെ വാലയിൽ പിടിച്ചിട്ടാണ് ഞങ്ങൾ ഇക്കരെ വരുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളത്തിൽ എനിക്ക് നല്ല നീന്താനറിയാം. ഇത് അമ്മച്ചിക്ക് അറിയത്തില്ല. ഞാൻ എന്തോ അടിയിലും കൂടെ ഒഴുകി നീന്തി തൊട്ട് താഴെ വലക്കാരുണ്ടായിരുന്നു. അവരെടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു ഇന്നതുപോലെ സംഭവം എന്ന് പറഞ്ഞപ്പോൾ അവർ ഒരു സാരമില്ല, നിന്നെ പിടിച്ച് ഞങ്ങൾ വലിച്ച് കരയിലോട്ടിടാം എന്നും പറഞ്ഞിട്ട് അവർ പിടിച്ച് കരയിലിട്ടിട്ട് ഈ കൊച്ചു മുങ്ങി ചാകാൻ പോകുമെന്നും പറഞ്ഞിട്ട് അവരാ പിടിച്ച് എന്നെ കരയിലോട്ട് വലിച്ചിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ഇന്നതാ സംഭവം ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നെ വലിച്ച് കരയിലിട്ടിട്ട് അവർ കിടന്ന് ബഹളം ഉണ്ടാക്കി. അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായി. എൻ്റെ വീട്ടിൽ നിന്ന് ചോദിക്കാനും പറയാനൊക്കെ വന്നപ്പോൾ പിന്നെ അപ്പച്ചനും അമ്മച്ചിയും കൂടെ അവരെ ഒത്തിരി ഇതായിട്ട് പറഞ്ഞ് അവർ ചീത്തയൊക്കെ എന്തോ വിളിച്ചെന്ന് പോലും എനിക്കറിയാൻ വയ്യാത്ത രീതിയിൽ കൂടെ അവരെ ചീത്തയൊക്കെ വിളിച്ചിട്ട് അവരെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ട്. അത് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ അമ്മച്ചി ചന്തയിൽ പോയിട്ട് ഞാൻ അപ്പോൾ ഈ റബ്ബറും വെട്ടി കറയെടുത്ത് ഈ മിൽമായിൽ പാലും ഒക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ചന്തയിലെ സാധനം ഞങ്ങളുടെ അടുത്ത് വരെ വണ്ടി വരത്തില്ല. ചന്തയിലെ സാധനം പോയി മേടിച്ചുകൊണ്ട് വരാനായിട്ട് ഞാൻ ചെല്ലാത്തതിന് കൊണ്ടുവന്ന സാധനം റോഡിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് കയറ്റിക്കൊണ്ട് വന്ന് കപ്പയെ പറക്കി അങ്ങോട്ട് വെക്കാനും അമ്മച്ചി ആ കപ്പ എടുത്ത് എൻ്റെ തലയ്ക്ക് ഒരൊറ്റയടി. എൻ്റെ ബോധം അന്നേരം അവിടം വരെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ തലയ്ക്കടിച്ച് എൻ്റെ ബോധം പോയി. 3 ദിവസത്തോളം എന്നെ പുറത്ത് റബ്ബർ വെട്ടാനോ മറ്റൊന്നും കാണാതെ വന്നപ്പോൾ ഈ നാട്ടുകാരെല്ലാം ചോദിച്ചു. കാരണം അവിടെ നാട്ടിലുള്ള എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവരെല്ലാം എന്നോട് അപ്പം ചോദിച്ചു ഈ കൊച്ചിനെ ഇന്ന കൊച്ചിനെ കാണുന്നില്ലല്ലോ, മരുമോൾ കൊച്ചിനെ കാണുന്നില്ല, വെട്ടാനൊന്നും കാണുന്നില്ല, മിൽമായി പാലും കൊണ്ടുവരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അന്വേഷണം തുടങ്ങിയപ്പോൾ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥലത്തുള്ള ഒരു കൂട്ടുകാരൻ്റെ പള്ളിയിൽ പോകുന്ന പിന്നെ ഒരു കൂട്ടർ അവിടെ ഉണ്ടായിരുന്നു. അവർ ആ പള്ളിയിൽ ചെല്ലുന്ന അവരോട് പറഞ്ഞു. അവരുടനെ അവരുടെ പിന്നെ ആൾക്കാരെ വിളിച്ചറിയിച്ചു. അങ്ങനെ അങ്ങും ഇങ്ങൊക്കെ അറിഞ്ഞ് ഇപ്പോൾ എൻ്റെ നാട്ടിലും അറിഞ്ഞുകൊണ്ട് എൻ്റെ അപ്പച്ചൻ പോയി എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഒട്ടും ബോധമില്ല. ഞാൻ എന്ത് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് അന്ന് ഞാൻ കല്യാണത്തിന് മുമ്പ് ചുരിദാറായിരുന്നു എന്നെ ചുരിദാർ ഒന്നും ഉടുക്കത്തില്ല, സാരി ഉടുത്തേ വെക്കൂ. അപ്പോൾ ഈ സാരി പോലും എനിക്ക് ഉടുക്കാൻ അറിയാതെ എൻ്റെ അമ്മായിയമ്മ എനിക്ക് സാരി ഉടുത്ത് തന്നേന്നാണ് എൻ്റെ ചേട്ടനും അച്ഛനൊക്കെ പറഞ്ഞത്. ആശുപത്രി പോകാൻ വേണ്ടി ആശുപത്രി എൻ്റെ വീട്ടിൽ തിരിച്ചുണ്ട്. അപ്പൊ അവിടെ നിന്ന് അവർ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയില്ല, നേരെ എന്നെ ഞങ്ങളുടെ CSI പള്ളിയിലെ അച്ഛൻ്റെ അടുത്താണ് കൊണ്ടുപോയത്. അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി. കാരണം ആരെങ്കിലും അറിയണമല്ലോ ഈ ഒരു അവസ്ഥയിലാണ് കൊണ്ടുവന്ന. ആ റോഡിൽ കൂടെ എന്നെ നടത്തിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ റോഡിൽ കൂടെ നടന്നു വരുമ്പോൾ ഞാൻ ആരാന്നോ എന്തോന്നൊന്നും ആർക്കും അറിയത്തില്ല. ആ അടുത്തുള്ളവരൊന്നും എനിക്ക് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞു. പള്ളിയിൽ കൊണ്ടുവന്നു, അച്ഛനെ കാണിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് എന്നെ ബസ്സിൽ കയറിയപ്പോൾ ഞാൻ ബസ്സിൻ്റെ തറയിൽ ഷീറ്റുകളൊന്നും ഇരുന്നില്ല, തറയിലായിരുന്നേന്ന്. ചേട്ടൻ വലിയ വായി, എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് വലിയ വായി കരഞ്ഞെന്നാണ് പറയുന്നത്. ഇന്ന് ചേട്ടനില്ല, ചേട്ടൻ മരിച്ചുപോയി. ചേട്ടൻ വലിയ വായി, കാരണം ഞങ്ങളുടെ അച്ചാച്ചൻ്റെ സ്ഥാനമാണ് ഞങ്ങൾ ചേട്ടന് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ കൊച്ചിലെ വന്നതാ ചേട്ടൻ. ആ ചേട്ടൻ വലിയ വായി കരഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ചേട്ടൻ പിടിച്ച് സീറ്റയിൽ അച്ഛനും ചേട്ടനോട് ഇരുത്തിയിട്ട് പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ കൊല്ലത്ത് തന്നെ അവിടെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലാക്കിയിട്ട് അപ്പോൾ അവിടുന്ന് അപ്പോൾ ഒരു ദിവസം മൊത്തം അവിടെ ഇരുന്നിട്ട് പിന്നെ ഒരു സമയത്ത് സിസ്റ്റർ വന്ന് എൻ്റെ ദേഹത്ത് ഉറക്ക പിച്ചെന്നാണ് പറഞ്ഞത്. ആ പിച്ചി സമയത്ത് ഞാൻ ഉറക്ക വാ വെക്കുന്നതെന്ന്. അപ്പോഴാണ് എനിക്ക് സ്വയമായിട്ടൊരു
ബോധമായിട്ട് വീഴുന്നത്. അന്നേരം എനിക്ക് മനസ്സിലായി ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് പോലും എനിക്ക് അന്നേരം മനസ്സിലായി. അങ്ങനായിട്ട് എന്നെ വീട്ടിൽ തിരിച്ചു കൊണ്ടുപോകുന്നത്. വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നിട്ട് ഇയാളെ ഗൾഫിൽ നിന്ന് വരുത്തിയിട്ട് എന്നെ തിരിച്ച് വീട്ടിൽ. എത്ര നാൾ കഴിയുമ്പോഴാണ് പിന്നെ ആദ്യമേ പോയിട്ട് പിന്നെ അയാൾ ആദ്യം പോയിട്ട് 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമായിരുന്നു. ഈ 1.5 വർഷത്തിനകത്ത് നടന്ന സംഭവം ഇതൊക്കെ. അന്നേരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മൊബൈലൊന്നും ഇല്ലല്ലോ? അല്ല, മൊബൈൽ ഇല്ലായിരുന്നു. അപ്പം പിന്നെ ലെറ്റർ ആയിരുന്നു. ലെറ്റർ അയക്കുന്ന സമയത്ത് അപ്പച്ചനും അമ്മച്ചിയൊക്കെ അയക്കുന്നതിന്റെ ബാക്കിയായിട്ട് എനിക്ക് അയക്കാൻ ഒക്കുമായിരുന്നു. അപ്പൊ അവരയക്കുന്നതിന്റെ ബാക്കിയായിട്ട് അയക്കും. പക്ഷെ എനിക്ക് അയാൾ വേറെ അയക്കും. അപ്പൊ ആ അയക്കുന്നത് ഇവർ പൊട്ടിച്ച് വായിച്ചിട്ടേ തരത്തുള്ളൂ. ആ പൊട്ടിച്ച് വായിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് അയക്കുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതുമല്ലോ. ആ എഴുതുന്ന വാക്ക് വെച്ചുകൊണ്ട് എന്നെ കളിയാക്കുമായിരുന്നു. അയാൾ എഴുതുന്ന വാക്ക് വെച്ചിട്ട് എന്നെ കളിയാക്കുമായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ച് ലെറ്റർ എഴുതുമ്പോൾ എനിക്ക് അതിൻ്റെതായ രീതിയിൽ അവരുടെ ലെറ്ററിന്റെ വാക്യം എഴുതുന്നതുകൊണ്ട് എന്റെ പൈസ ഇല്ല. അന്ന് 15 രൂപയാ ഒരു ലെറ്റർ അയക്കുന്നത്. ആ 15 രൂപ കൊടുത്ത് എനിക്ക് അയക്കാൻ എന്റെ ഈ കാശില്ല. എനിക്ക് ആ 15 രൂപ പോയിട്ട് 5 പൈസ പോലും എനിക്ക് ഇവര് തരത്തില്ല. എന്റെ വീട്ടിൽ നിന്ന് പൈസ തന്നാൽ അത് തിരിച്ച് അവരങ്ങ് എടുക്കും. എന്റെ ബാഗിലോ എവിടെയെങ്കിലും പൈസ ഉണ്ടെങ്കിൽ എന്റെ പേഴ്സലോ ഉണ്ടെങ്കിൽ അത് അവർ തിരിച്ചെടുക്കും. അവരങ്ങ് എടുക്കും. എന്റെ കയ്യിൽ 1 രൂപ പോലും വെച്ചേക്കാൻ തരത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തന്നെ ഈ ലെറ്റർ എഴുതി. ഇപ്പൊ അവസാനം ഇങ്ങനെ എഴുതി ഞാനങ്ങ് മടുത്തു. ആ എഴുതി മടുത്തപ്പോൾ ഞാൻ ഇവരെഴുതിയതിന്റെ താഴെ എഴുതി അവിടെ സുഖം ഇവിടെ സുഖം, ഇടയ്ക്കുള്ള പോസ്റ്റർമാർക്ക് അസുഖം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അത്ര എഴുതിയതിന്റെ അന്ന് തൊട്ട് എനിക്ക് ലെറ്റർ എഴുതാൻ പോലും അവർ തരത്തില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ ലെറ്റർ ഇല്ല. പിന്നെ അടുത്തൊക്കെയുള്ള ഗൾഫുകാർ പോകുമ്പോൾ പറയും ഞങ്ങൾ ഇന്ന ആള് പോകുന്നുണ്ട്, നീ ലെറ്റർ ഉണ്ടെങ്കിൽ എഴുതി അവിടെ ചെന്ന് പോസ്റ്റ് ചെയ്തോളാന്ന് പറയും. അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ. പലരുടെയും കയ്യിൽ ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഗൾഫിൽ ചെന്നിട്ട് ഇയാൾ നിൽക്കുന്ന സ്ഥലത്തോട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തു. ഞാൻ ഒത്തിരി ആൾക്കാർ എന്നെ അങ്ങനെ. വീട്ടിലെ ഇങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് ഭർത്താവിനോട് പറയാനൊക്കത്തില്ല, ഒന്നും പറയാം. പിന്നെ ഈ കൂട്ടുകാരുടെ വീട് ഞാൻ പറഞ്ഞില്ലേ അടുത്തുണ്ടെന്ന്, അവര് ചില സമയങ്ങളിൽ കാണുമ്പം അത് ഒറ്റയ്ക്ക് എന്നെ എങ്ങും വിടത്തില്ല, അടുത്ത വീടുകളിലൊന്നും വിടത്തില്ല. ഒറ്റയ്ക്ക് ഒരു മനുഷ്യനോട് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം സംസാരിച്ചാൽ ഞാൻ എന്നെ ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും ഇളയതാണ്. ഇനി കാരണം എൻ്റെ അച്ഛൻ എല്ലാം തന്ന് എന്നെ വിട്ടതാ. കാരണം മറ്റുള്ളവർക്ക് കൂടുതലേക്കാളും കൂടുതൽ എനിക്ക് തന്നു. എൻ്റെ ചേച്ചിയും കെട്ടിച്ച് കഴിഞ്ഞ ഉടനെയാണ് എന്നെ കെട്ടിക്കുന്നത്. അപ്പം സ്വർണ്ണം എനിക്ക് ഇതെല്ലാം തന്നപ്പം കുറേ അച്ഛൻ്റെ പേർക്കുള്ള സ്വത്താണ് ബാങ്കിൽ വെച്ചത്. പിന്നെ അത് വിൽക്കുമായിരുന്നു. അച്ഛന് ഇപ്പോഴത്തേക്ക് വയ്യാതായെന്ന് പറഞ്ഞില്ലേ. അപ്പം അച്ഛന് തിരിച്ചത് എടുക്കാനൊക്കാത്ത അവസ്ഥയായി. അപ്പം അച്ഛൻ അത് വിറ്റിട്ടാണ് എനിക്ക് ആ ലോണ് തീർത്തിട്ട് പിന്നെ അമ്മയ്ക്കൊരു ഇച്ചിരി പൈസ അമ്മയ്ക്ക് മാത്രം അതിൽ നിന്ന് ബാക്കി വെക്കാനേ ഉള്ളായിരുന്നു, ബാക്കി ആർക്കും കൊടുക്കാനില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ജീവിച്ചിട്ട് അപ്പം അങ്ങനെ അത്രത്തോളം തന്നാൽ ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ ഏതവസ്ഥയായിരിക്കും. അപ്പൊ ആ സമയത്ത് എന്റെ താങ്കളെ എങ്കിലും വീട്ടുകാർ അത്യാവശ്യം അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും നമുക്ക് സപ്പോർട്ട് ആയിരുന്നു. നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിലൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും നമ്മളോടൊപ്പം നിൽക്കുമായിരുന്നു. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ആയാലും എല്ലാവരും മേടിച്ചു വെക്കും ചെരുപ്പെല്ലാം. പക്ഷെ അതൊന്നും ഞാൻ തിരിച്ച് ഇവരുടെ വീട്ടിലോട്ട് കൊണ്ടുവരത്തില്ല. കൊണ്ടുവന്നാൽ അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ ഒന്നും മേടിച്ചു തരത്തില്ല. ആകെ 2 നൈറ്റിയൊക്കെ മേടിച്ചു തരുന്നത് പോലും പിന്നെ ഇല്ലാതാവും. അങ്ങനെ പോലും ഞാൻ പിന്നെ അതിനുശേഷം ഇയാൾ നാട്ടിൽ വരും. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പല പ്രാവശ്യം വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് എങ്ങും പോകാൻ സമ്മതിക്കത്തില്ല. ആ പോകുന്നിടത്തെല്ലാം അപ്പച്ചനും അമ്മച്ചിയും ഇല്ലാതെ എങ്ങും പോകാനൊക്കത്തില്ല. ഇയാൾ നാട്ടിൽ കൊണ്ടുവരുന്ന ഡ്രസ്സുകളൊന്നും എനിക്ക് തരത്തില്ല, എനിക്ക് തരാൻ സമ്മതിക്കത്തില്ല. അമ്മച്ചി നോക്കി എടുത്തിട്ട് എന്തെങ്കിലും അമ്മച്ചിക്ക് അത് കണ്ണിയിൽ ഇഷ്ടപ്പെടുന്നത് എനിക്ക് തരത്തുള്ളൂ. എനിക്കായിട്ട് മേടിച്ചുകൊണ്ട് വരുന്ന ഒരു സാധനവും എനിക്ക് തരും. അയാൾ ഇടയ്ക്ക് വെച്ച് വളയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സാധനം അയാൾ എൻ്റെ കയ്യിൽ തന്നിട്ടില്ല. എൻ്റെ കയ്യിൽ തന്നിട്ടില്ലെന്ന് അമ്മച്ചി എനിക്ക് തരാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് അയാളുടെ സ്വർണ്ണങ്ങളൊന്നും എനിക്കായിട്ട് തന്നിട്ടോ എനിക്ക് തരിക. അപ്പം ഈ സ്വർണം കൊണ്ടുവരുന്ന സമയത്ത് അവിടെ എന്നെ കെട്ടിക്കൊണ്ടിരുന്ന സമയം ഭയങ്കര കാടുള്ള സ്ഥലമാണ്. അപ്പം അവിടെ കറണ്ടൊന്നും ഉള്ള നാടല്ലായിരുന്നു. ആ സമയത്താണെങ്കിൽ പിന്നെ അവിടെ വെച്ചേക്കാൻ ഒക്കത്തില്ലെന്നും പറഞ്ഞിട്ട് എൻ്റെ സ്വർണ്ണമെല്ലാം ഇവരങ്ങ് വാങ്ങുമായിരുന്നു. മേടിച്ചിട്ട് ഇനി മോക്ക് മാറ്റി സ്വർണ്ണം എടുത്ത് കൊടുത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ തന്നെ ഇപ്പോഴും ഉണ്ടോന്നും എനിക്കറിയത്തില്ല. അതൊന്നും ഞാൻ പിന്നീട് കണ്ടിട്ടേ ഇല്ല. എത്ര പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു? 26 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് അവരുടെ ഏൽപ്പിച്ചു, പിന്നെ കണ്ടിട്ടേ ഇല്ല. ഇട്ടുകൊണ്ട് നടക്കാനോ ഒന്ന് അത്യാവശ്യം പിന്നെ മിന്നിട്ടുകൊണ്ട് നടക്കുന്ന മാല മാത്രം. പിന്നെ നാത്തൂന്റെ കല്യാണത്തിന് ഒരു നെക്ലസ് കൂടി ഇടാൻ തന്നു. അങ്ങനെയേ ഉള്ളൂ. അനിയന്റെ കല്യാണത്തിന് ആ നെക്ലസ് ഇടാൻ തന്നു. പിന്നെ അതുപോലും ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള സ്വർണ്ണങ്ങളൊന്നും. ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ആളോട് ഇപ്പൊ രണ്ടാമത് വന്നപ്പോഴും പറഞ്ഞില്ല എനിക്ക് ഇതുപോലെ പ്രശ്നങ്ങളുണ്ട് വീട്ടിൽ, ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അയാൾക്കില്ലേ? അതോ വീട്ടുകാരോടൊപ്പം നിൽക്കുന്ന നമ്മളെ ക്രൂശിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു? അപ്പച്ചന്റെ അമ്മച്ചിയുടെ ഒപ്പം നിൽക്കുന്നത്, സഹോദരങ്ങളുടെ ഒക്കെ ഒപ്പം നിൽക്കുന്ന ഒരു മനുഷ്യൻ. അവര് പറയുന്നതിന്റെ അപ്പുറത്തോട്ട് ഒരു കാര്യമില്ല. അമ്മച്ചി ഇന്ന് എങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞാൽ എങ്ങോട്ടും പോകത്തില്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ അടുത്തൊരു വീട്ടിലൊരു
പിന്നെ അക്കായോട് ഞാൻ പറഞ്ഞു, അക്ക ഇങ്ങനെ സംഭവം ഞങ്ങൾക്ക് കിടക്കാൻ പോലും ഒക്കത്തില്ല, ഇന്നതുപോലൊക്കെയാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു രാത്രി അന്നേരം പിന്നെ നിങ്ങളുടെ മുറി കൂടെ നടക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ. അന്നേരം അക്ക പറഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ നീ, കാരണം എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അന്നേരം ആ അക്ക പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ നീ അവന്റെ തുണിയൊക്കെ അഴിച്ചാൽ കളഞ്ഞ് ചവിട്ടരുത് എന്നോട് പറഞ്ഞു. അപ്പം അങ്ങനെങ്കിലും അവര് ആ മുറിയിൽ കയറാതിരിക്കട്ടെ എന്നോട് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിച്ച് മൂത്ത നാത്തൂനെ കെട്ടിച്ചു. അവള് പ്രസവിച്ച് കഴിഞ്ഞപ്പോ ഇയാള് ഗൾഫിലായപ്പോഴാണ്, ഇയാള് വെക്കേഷന് വരുന്നിടം വരെ ഇവള് ആ വീട്ടിൽ നിന്നു പോകാതെ കണ്ട്. ഇയാള് വെക്കേഷന് നാട്ടിൽ വന്നിട്ട് ഇയാള് തന്നെ പിന്നെ കൊച്ചിനും സ്വർണ്ണം എടുത്തു കൊടുത്ത് ഇവക്ക് അലമാരിയും മേടിച്ചു കൊടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവള് അതായത് ഗൾഫിൽ നിന്ന് ആങ്ങളമാര് വന്നാല് പെങ്ങന്മാര് രണ്ടുപേരും ഗൾഫിൽ നിന്ന് പോകുന്നത് പോലാണ് ഈ വീട്ടിൽ നിന്ന് തിരിച്ച് അവരുടെ വീട്ടിൽ പോകുന്നത്. എനിക്ക് പെണ്ണുമ്പിള്ളമാർക്കൊന്നും തരത്തില്ല, അവളുമാരെല്ലാം വീതം വെച്ചെടുത്തോണ്ട് പോകുന്നത്. അങ്ങനെ ആയ സമയത്ത് ഈ നാത്തൂന് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ഇവള് ഞങ്ങൾക്ക് എന്റെ കെട്ടിയ നാട്ടിൽ വന്നപ്പോ ഇവള് കുഞ്ഞിനെ രാത്രി മൂത്രം ഒഴിപ്പിക്കും. അവള് കിടക്കുന്ന മുറിയിൽ നിന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങാൻ ഒക്കും. പക്ഷെ ഞങ്ങൾ കിടക്കുന്ന മുറിയിൽ ഓവുണ്ട്, ആ ഓവിന്റെ അവിടെ കൊണ്ടുവന്ന ഈ കുഞ്ഞിനെ മൂത്രം ഒഴിപ്പിക്കാൻ കൊണ്ടുവരുന്നത്. അത്രത്തോളം ഞങ്ങൾ അതികഠിനമായിട്ട് അവിടെ ആ വീട്ടിൽ വരും. അങ്ങനെ ആയപ്പോൾ 2005 ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ട് എന്നെ ഒത്തിരി ഉപദ്രവിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അമ്മച്ചി എന്നെങ്കിൽ ശരിക്കും മേല് നോവിക്കും, നല്ല മേല് നോക്കി, ആഹാരം പോലും തരത്തില്ല. തരാതായപ്പം ഞാൻ എന്നാലും വീട്ടിൽ കുറെയൊക്കെ ചെല്ലുമ്പോൾ കുറച്ചൊക്കെ പറയും, ഒത്തിരി ഒന്നും പറയത്തില്ല. അന്നേരം അമ്മ പറയുന്നത് മോളെ എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നിനക്ക് തന്ന് ഇനി നീ ഒരു ശല്യം ഉണ്ടാക്കല്ലേ, കാരണം ഇനി ഞങ്ങൾക്ക് തരാല്ല, അച്ഛന് വയ്യാത്തതാ, നീ അതെപ്പോഴും ഓർക്കണം എന്നമ്മ പറയും. അത് പറയുമ്പോൾ കാരണം തിരിച്ചിതെല്ലാം നമുക്ക് തോന്നത്തില്ല, കാരണം അത്രത്തോളം നമുക്കെല്ലാം തന്നില്ലേ. എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിക്ക് കൊടുത്തതിനേക്കാളും കൂടുതൽ 2 ചേച്ചിമാർക്കും കൊടുത്തതിനേക്കാളും കൂടുതൽ എനിക്ക് തന്നു. തന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊരു ശല്യത്തിനും വീണ്ടും കയറി ചെല്ലരുത് എന്നുള്ള ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. പിന്നെ എല്ലാം ചെയ്യുന്നതുണ്ടായതുകൊണ്ട് എനിക്ക് ആ വീട്ടിൽ നിന്ന് ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നതായതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യുന്നതിനൊരു മടിയില്ല. അപ്പോൾ എനിക്ക് അത്രയും വണ്ണമോ അങ്ങനെയുള്ളതൊന്നുമില്ല, സാധാ വണ്ണമേ ഉള്ളൂ. അങ്ങനെ ആയ സമയത്ത് ഈ 2005 അടുപ്പിച്ച് ഇയാൾ നാട്ടിൽ വന്നു കഴിഞ്ഞ സമയത്ത് ഇയാൾ എന്നെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ കേട്ട് ശരിക്കും മേല് നോവിക്കുമായിരുന്നു. അങ്ങനെ മേല് നോവിച്ച് ഒത്തിരി മേല് വെച്ച് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് അടുത്തൊരു വീട്ടിലൊക്കെ ആയിരുന്നു നിങ്ങൾ ഫോൺ വിളിക്കുന്നത്. അതിൻ്റെ സമയത്ത് ഇയാൾ നാട്ടിൽ വന്നപ്പോൾ ഇയാൾ ലാൻഡ് ഫോൺ എടുത്തപ്പം എന്നെ കെട്ടിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഫോണൊക്കെ ഉണ്ട്, ഫോണും കരണ്ടും ഫ്രിഡ്ജ് മിക്സി എല്ലാം എൻ്റെ വീട്ടിൽ ആ സമയത്തേ ഉണ്ട്. 1998 എൻ്റെ വീട്ടിൽ ഇതെല്ലാം ഉണ്ട്. ഞങ്ങളിതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ വേറൊരു വീട്ടിലോട്ട് പോകുന്നത്. അപ്പം അന്നേരം അവർ പറയും ഇത്രയൊക്കെ ഉള്ളടത്തുനിന്ന് വന്നാൽ ഇവള് നമ്മുടെ വീട്ടിൽ നിൽക്കത്തില്ല എന്ന് പറയുമായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു രീതിയിലല്ല, ഞങ്ങൾ എല്ലാവരും ഒരു മുട്ടായി കിട്ടിയാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചെടുത്താൽ ഞങ്ങൾ അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സ്നേഹത്തിലാണ് ഞാൻ അവിടെയും ചെന്നത്. പക്ഷെ നമ്മളോട് അവർ ആ ഒരു സ്നേഹമേ കാണും. അവർക്ക് എന്ത് കിട്ടുന്ന അവരത് കഴിക്കും, നമുക്ക് തരത്തില്ല. എത്ര ദിവസം ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ടെന്നറിയാമോ? അരി അളന്ന് തരുന്ന അമ്മച്ചിയാണ്. ഈ അരി അളന്ന് തന്നിട്ട് അഥവാ നമ്മൾ ചോറ് എടുക്കുവാണെങ്കിൽ പറയും പട്ടിക്ക് വെട്ടിക്കോരി വെക്കുന്നത്. കഴിക്കാൻ ഞാൻ എടുക്കുമ്പോൾ എന്നോട് പറയുന്നത് പട്ടിക്ക് വെട്ടിക്കോരി വെക്കുന്നത്. കാരണം നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴേ ഈ അമ്മച്ചി പറയുന്ന പട്ടിക്കാ വെട്ടിക്കോരി വെക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല. ഞെരടി വാരിയിട്ട് പശുവിൻ്റെ കാടിക്കത്തിടും, ഇട്ടിട്ടങ്ങ് പോകും. കാരണം അത്രയ്ക്കും കാരണം ഞാൻ ഒരു നേരം പോട്ടും പട്ടിണി കിടന്നിട്ടില്ല, വിശപ്പെന്തെന്ന് അറിഞ്ഞിട്ടില്ല. കൊച്ചിൽ തൊട്ടേ പണം ഉപയോഗിച്ച് പഠിച്ചവളാണ്. അതുകൊണ്ട് പണത്തേക്ക് ഒരു മോഹവും ഇല്ല. അങ്ങനെയുള്ള രീതിയിൽ ജീവിച്ച ഞാൻ എനിക്ക് ആ ചോറൊക്കെ ചില സമയത്ത് ഞാൻ പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇത്ര ദിവസം അവരെ എനിക്ക് ഒരിക്കലും മറക്കാനൊക്കത്തില്ല. അവർ പലപ്പോഴും ഞാൻ വെള്ളത്തിന് പോകുമ്പോൾ, ഞങ്ങളുടെ നാട്ടിൽ വെള്ളമില്ലെന്ന് പറഞ്ഞില്ല, വെള്ളത്തിന് പോകുന്നത് ഒരു കൈലി എടുത്തിട്ട് കൈലിയിൽ തോർത്ത് കെട്ടിയിട്ട് ആ തോർത്തിൻ്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റത്ത് 50 ലിറ്റർ ജാറ് കെട്ടിയിട്ടുണ്ട് കിണറിനുള്ളടത്ത് പോകുന്നത്. എന്നിട്ട് അധികം വെള്ളം നിറച്ച് വെക്കും. ഇയാൾ വരുമ്പോഴെല്ലാം വെക്കേഷന് വരുമ്പോൾ ഇയാൾ വണ്ടി എടുക്കും, ജീപ്പ് എടുക്കും. ജീപ്പ് ഓടിക്കാൻ ഡ്രൈവർമാർ വരുമ്പോൾ ഈ വെള്ളം കൊണ്ടൊന്ന് ഞാനത് കഴിവെന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ വൈകിട്ട് വരുന്നുണ്ട്, ഈ പിള്ളേർ ആ വെള്ളം എടുത്തുകൊണ്ട് കൊണ്ടുതരും, അല്ലെങ്കിൽ ഞാൻ ആ വെള്ളം മൊത്തം ഞാൻ ചുമ്മി കൊണ്ടുവരേണ്ടതാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ആ വെള്ളം കോരാൻ പോകുന്ന വീട്ടുകാർ പോലും എനിക്ക് ആഹാരം തന്നിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് അവരൊന്നും മറക്കാനൊക്കത്തില്ല. അത്രയ്ക്ക് ഞാൻ പട്ടിണിയുടെ വില ഞാൻ അറിഞ്ഞവളാ. ഞാൻ കുഞ്ഞിലെ അതൊന്നും അറിഞ്ഞിട്ടുള്ളവളല്ല. അപ്പം അങ്ങനെ ജീവിച്ചു കഴിക്ക് ഇയാള് 2005 ഇതുപോലെ തന്നെ മേലെ നോവിച്ചിട്ട് എൻ്റെ വീട്ടുകാരെ വിളിച്ച് വരുത്തി. അപ്പം എന്നോട് പറഞ്ഞു നിന്റെ വീട്ടിൽ ഫോൺ ചെയ്യാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ ഫോൺ ചെയ്തു. കാരണം ഇയാൾക്ക് എൻ്റെ വീട്ടിലെ നമ്പർ പോലും അറിയത്തില്ല. കാരണം നേരത്തെ തൊട്ട് എൻ്റെ വീട്ടിൽ ലാൻഡ് ഫോൺ ഉള്ളതാ, എൻ്റെ വീട്ടിൻ്റെ നമ്പർ അയാൾക്ക് അറിയത്തില്ല.
അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും എന്നെ കെട്ടിയതല്ലേ, എൻ്റെ വീട്ടിലെ നമ്പർ നിങ്ങൾക്ക് അറിയാതിരിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, നീ വിളി എന്ന് പറഞ്ഞിട്ട് എന്നെ അടിച്ചു കൊണ്ടുപോയി ഫോണിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് ഞാൻ ഫോൺ കുത്തി വിളിച്ചിട്ടുണ്ട്. എൻ്റെ മൂത്ത ചേച്ചിയായിരുന്നു അന്നേരം ഫോൺ എടുത്ത്. ഞാൻ പറഞ്ഞു, ചേച്ചി ഇന്നതുപോലെ സംഭവം എന്നോട് വിളിക്കാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് വീട്ടിൽ നാളെ വരണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ചേച്ചി ഇന്ന് എൻ്റെ ഒരു അമ്മച്ചൻ്റെ മോൻ്റെ കൊച്ചിൻ്റെ 28 എല്ലാവരും പോകാൻ ഒരുങ്ങി നിൽക്കുക. ഞാൻ പറഞ്ഞു, എന്നെ വിട്ട് കൊല്ലും ചേച്ചി, എന്തുവാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോന്ന് ഞാൻ കരഞ്ഞുകൊണ്ടങ്ങ് പറഞ്ഞു. അപ്പം ചേച്ചി പറയുകയും ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഞാൻ, കാരണം നമ്മൾ നേരത്തൊട്ടേ ഫോൺ ഉപയോഗിച്ച് പഠിച്ചതുകൊണ്ട് നമുക്ക് ഫോണിൻ്റെ കയ്യേറി പെട്ടെന്ന് ഞാൻ അവിടെ ഇവിടെ ഞെക്കി ആ നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്തു. കാരണം വേറെ നമ്പർ ഞെക്കുമ്പോൾ പിന്നെ നമുക്ക് ഉടനെ ആ നമ്പർ കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇയാളാവുന്നൊക്കെ കുത്തി നോക്കിയിട്ട് ഇവർക്ക് ആ നമ്പർ കിട്ടുന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, നീ എന്തോ കാണിച്ചെന്ന് ചോദിച്ചിട്ട് എന്നെ ഒത്തിരി പിന്നെ മേലെ നോവിച്ച്, നീ വീണ്ടും വിളിയെന്നും പറഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് ഫോൺ മേടിക്കാൻ വേണ്ടി ഞാൻ പിന്നെ വിളിച്ചില്ല, കാരണം ഇയാൾ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. അപ്പുറത്ത് അത്രയും ദൂരം, അപ്പൊ അവരെന്ത് കേൾക്കുന്നെന്ന് അറിയത്തില്ല. എന്തായാലും ഈ 28 പോകാൻ വന്നവര് എൻ്റെ അമ്മാച്ചനെല്ലാം കൂടെ ഒരു വണ്ടി ആൾക്കാർ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അവര് ഇളയ അമ്മാച്ചനോട് പറഞ്ഞു, നീ പോയി കൊച്ചിന് 28 കെട്ടിക്കോ, ഞാൻ പോവാന്നും പറഞ്ഞിട്ട് എന്നെ കെട്ടിച്ച വിട്ട് വീട്ടിലോട്ട് വന്നപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ആർക്കും സഹിച്ചില്ല. ഉടനെ അവരവിടെ നിന്ന് വിളിച്ചിട്ട് പിന്നെ അവിടെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ട് അപ്പം എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയി പിറ്റേത്ത് പോലീസ് അവിടെ വിളിച്ച് ഞങ്ങൾ വന്നപ്പോൾ ഇയാളെ വിളിപ്പിച്ചിട്ട് ഒത്തുതീർപ്പ് രീതിയിലാക്കിയിട്ട് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ പറഞ്ഞു കുറച്ച് ദിവസം. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് പിന്നെ തിരിച്ച് അപ്പം ഇയാൾ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയിട്ട് വരട്ടെന്നും പറഞ്ഞിട്ട് പോയ ഇയാൾ ഗൾഫിൽ കയറി അങ്ങ് പോയി. എന്നെ പോലും അറിയാതെ ഇയാൾ ഗൾഫിൽ കയറി പോയി. അന്ന് വന്നില്ല, പിറ്റേന്ന് വന്നില്ല. ഇയാളുടെ വീട്ടിലോട്ട് ഫോൺ വിളിച്ചിട്ട് ഇയാളുടെ വീട്ടിൽ ആരും ഫോൺ എടുക്കത്തില്ല. എടുക്കുന്നവർ ഞാനാണെന്നും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കാണുമ്പോൾ അങ്ങ് പെട്ടെന്ന് നിങ്ങൾ കട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് ഇവർ നമ്പറുള്ള ഫോൺ മേടിച്ച് വെച്ചു. അപ്പോൾ ഞങ്ങളുടെ നമ്പർ ചിലപ്പോൾ ഉടനെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഫോൺ എടുക്കാതായി. അങ്ങനെ ആയി കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ റാന്നി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ ചെന്ന് പരാതി കൊടുത്തിട്ടുണ്ടെ അവിടുന്ന് പിന്നെ വിളിപ്പിച്ച് ഇപ്പം പറഞ്ഞ് അവൻ ഗൾഫിൽ പോയെന്ന് പറഞ്ഞു. അതെന്തിനാ കയറി പോയത്, ഇവിടെ വന്ന് എഴുതി വെക്കാതെ എന്താ പോയെന്ന് വെച്ച്. അപ്പോൾ ഉടനെ വീട്ടുകാർ പറഞ്ഞ് കേസ് കോടതിക്ക് വിടണമെന്ന് പറഞ്ഞു. അത്രയും ഇതേകൊല്ല. അപ്പം പിന്നെ അവിടുത്തെ കോടതിയിൽ നമ്മൾ കൊടുത്തിട്ട് അവിടെ കോടതിയിൽ കൊടുത്തിട്ട് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് കൊട്ടാരക്കര കുടുംബ കോടതി ഡൈവേഴ്സിനും കൊടുത്തു. മറ്റേത് ക്രിമിനലിന് കൊടുത്തിട്ട് ഡൈവേഴ്സിന് കൊട്ടാരക്കര കോടതിയിലും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കേസെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇയാൾ പിന്നെ എന്നെ കൂട്ടുകാർ മുഖാന്തരം വിളിച്ചിട്ട്, ഇയാൾക്ക് മക്കളുണ്ടാകത്തില്ല, ഇയാൾക്ക് കൊച്ചിലെന്തോ അസുഖം വന്നത് കാരണം ഇയാൾക്ക് പിന്നെ ഇങ്ങനെ നമുക്ക് മരുന്നൊക്കെ എടുത്തെന്ന് പറഞ്ഞാലും തന്നെ ഇയാൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല, ഒന്നിനും ഇയാളെ കൊണ്ട് കഴിയത്തില്ല. അപ്പൊ എന്നിട്ട് അതൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇതെല്ലാം കൂടെ അറിഞ്ഞതുകൊണ്ടാണ് വീട്ടുകാർ എൻ്റെ ബന്ധം വേർപെടുത്താൻ തന്നെ കൂടുതലും ഇനി ഇവന്റെ കൂടെ പോയാലും നിനക്കൊരു ജീവിതം ഇല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കൂട്ടുകാരെല്ലാം കൂടെ വിളിച്ചിട്ട് ഇങ്ങനെ അവനാ പോരായ്മ ഉണ്ടെന്ന് അറിയത്തില്ല, അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞ് വിളിച്ചെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഓർത്ത്, എനിക്ക് ആ പോരായ്മയെങ്കിൽ വേറൊരാളെന്നെ ഉപേക്ഷിക്കുമ്പോൾ ഞാൻ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാൻ ഈ കൂട്ടുകാർ പറഞ്ഞതനുസരിച്ച് ഞാൻ അന്നേരം അവിടെ ഒരു കമ്പനിയിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കമ്പനിയിലെ മാനേജരെയൊക്കെ വിളിക്കും. അങ്ങനെ വിളിച്ചെല്ലാം കഴിഞ്ഞിച്ച് അപ്പോൾ മാനേജർ എനിക്ക് ഫോൺ തരും. എല്ലാം കഴിഞ്ഞ് അപ്പോൾ അവിടെ ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത്. എല്ലാം ആയി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ ഇയാൾ കൂട്ടുകാരനും വണ്ടിയും കൂട്ടിക്കൊണ്ട് പൊല്ലൂർ സ്റ്റാൻഡിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ അവിടെ വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ ചെന്ന് വണ്ടിയിൽ കയറി ഞങ്ങളൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി താമസിച്ചുകൊണ്ട് അവിടുന്ന് പിന്നെ അപ്പം ഈ ജീവിതത്തിൽ ഇന്ന് വരെ എങ്ങും നടന്നൊരു കേൾവിക്ക് കാണത്തില്ല. കല്യാണം കഴിച്ച ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണിന്റെ ജീവിതത്തിൽ എങ്ങും അങ്ങനെ ഒരു കേൾവി പോലും എങ്ങും കേൾക്കത്തില്ല. അങ്ങനെ ആയില്ല. അപ്പൊ ഞങ്ങൾ കോടതി കേസ് കിടക്കുമ്പോ ഇയാൾക്ക് ആ സമയത്ത് വീട്ടിൽ നിന്ന് വീണ്ടും ഇദ്ദേഹത്തിനൂടെ ഇറങ്ങിപ്പോയി ധിക്കരിച്ചിട്ട്. അപ്പൊ അങ്ങനെ അന്നേരം നാട്ടിലെല്ലാം പറഞ്ഞു ഞാൻ ആരാണ്ട് കൂടെ ഒളിച്ചോടി പോയെന്ന്. കമ്പനിയിലുള്ളവരുടെ മാനേജറുടെ കൂടാന്ന് പറഞ്ഞു, ഡ്രൈവറുടെ കൂടാന്ന് പറഞ്ഞു. പക്ഷെ വീട്ടുകാർക്കറിയാം ഇയാളുടെ കൂടെ ഞാൻ പോയെന്ന്. അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ട് അടൂര് ഭാഗത്ത് ഇച്ചിരി സ്ഥലം മേടിച്ചിട്ട് അവിടെ വീട് വെച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത്, അപ്പം അന്നേരം എൻ്റെ വീട്ടുകാർ കുറേ കാശ് തരുന്നുണ്ട് ഇതിന് വീട് വെക്കാം. അപ്പം വീട്ടുകാരുടെ അടുത്ത് പോയി പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടുകാരുടെ അടുത്ത് എന്നിട്ട് ചേട്ടനൊക്കെ എനിക്ക് മേശിരിപ്പണിയൊക്കെയാണ്. ചേട്ടൻ മേശിരിയുടെ ഇതായിരുന്നു, ബാങ്കിലായിരുന്നു. അത് അങ്ങ് പോയി കഴിഞ്ഞപ്പം ചേട്ടൻ തന്നെ ഈ മേശിരിപ്പണിയൊക്കെ പഠിച്ചിട്ട് ചേട്ടൻ അത് ചെയ്യുമായിരുന്നു. അപ്പം ചേട്ടനോട് പറഞ്ഞ് വീട് വെക്കാനൊക്കെ സഹായിക്കും. അങ്ങനെ അവരാ വന്ന്
വീടിന് മറ്റുള്ള മേശിരിമാരായിട്ടൊക്കെ നിന്ന് ഒത്തിരി ചെയ്തു തന്നത്. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് കുറേ കാശും തന്ന് ഞങ്ങൾ വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു കുറച്ച് നാൾ താമസിച്ചപ്പോഴത്തേക്ക് അവിടെ അടുത്ത പെങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയൊക്കെ അവിടെ വരുമായിരുന്നു. വന്നിട്ട് പറഞ്ഞ് അപ്പോൾ അപ്പോഴത്തേക്ക് ഇയാൾ പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ അടുത്ത് ഇച്ചിരി ദൂരമായിട്ട് ഒരിടത്ത് വർക്ക്ഷോപ്പൊക്കെ ഇട്ടിട്ട് ഇയാൾ അവിടെ വർക്ക്ഷോപ്പ് പണിയൊക്കെ തുടങ്ങി. അപ്പം ഒരു വാഹനമൊക്കെ ഇതെല്ലാം എടുത്തപ്പോൾ ഇതിനകത്തെല്ലാം അപ്പം ആ സമയത്ത് വീട്ടിൽ നിന്ന് സാമ്പത്തികം തന്ന് സഹായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും നമുക്ക് രേഖയായിട്ട് നമുക്ക് കൊടുക്കാനോ ഒന്ന്, കാരണം നമുക്ക് തരുന്നത് അവർ രേഖയായിട്ട് ഒരു ഇതാക്കില്ല. കാരണം എൻ്റെ മുതൽ അവിടെ കിടക്കുന്ന അതിൽ നിന്നുള്ള മുതലെടുത്തിട്ടാണ് അവർ തരുന്നത്. പക്ഷെ അത് തരുന്നെങ്കിലും പിന്നെ ഒരു രേഖയായിട്ടൊന്നും അവർ അതിനകത്ത് കണക്ക് കൂട്ടിയിട്ടില്ല. റബ്ബർ വെട്ടുന്നതിൻ്റെയൊക്കെ എടുത്തിട്ടാണ് അവർ തരുന്നത്. അങ്ങനെ ആ ഒരു രീതിയിൽ പൈസയൊക്കെ തന്ന് സഹായിച്ചിട്ടും ഇയാൾ പിന്നെ അവിടെ വീടൊക്കെ വെച്ച് ലോണും എടുത്തിട്ടായിരുന്നു. ബാങ്കിൽ നിന്ന് ഇയാളുടെ പേർക്ക് ലോണും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ അപ്പച്ചനും അമ്മച്ചിയൊക്കെ വന്ന് ബഹളം ഉണ്ടാക്കി. അപ്പം ഞങ്ങൾ ഈ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അവിടെ തന്നെ കുടുംബ വീട് വെച്ചത് അനിയന് വീട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തന്നെ കുടുംബ വീട് പണിത് അതിനകത്ത് അപ്പം അപ്പച്ചനും അമ്മച്ചിയും താമസിക്കുക. ആ സമയത്ത് ഞാൻ അതിനകത്തുനിന്ന് എന്നെ ഇറക്കി വിട്ടതൊക്കെ. അപ്പോൾ പിന്നെ എന്നിട്ട് അപ്പോൾ അതിനകത്ത് വീട് വിൽക്കണം, നീ ഇത്രയും ദൂരെ പോയി കിടക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചനും അമ്മച്ചിയും ബഹളം വെച്ചിട്ട് അപ്പൻ്റെ അമ്മയുടെയും വാക്ക് വിട്ട് ഒരു ഭാഗം ഇയാൾ ചെയ്യത്തില്ല. അപ്പം വീണ്ടും അത് വിട്ടിട്ട് ഈ അപ്പൻ്റെ അമ്മയുടെ കൂടെ കുടുംബത്ത് പോയി താമസിച്ചിട്ട് സൈഡ് വശത്ത് ഞങ്ങൾ വലിയൊരു റൂമായിട്ട് പണിതിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന കുറേ സാധനം, ഞങ്ങളുടേതായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് മാറ്റി ആ റൂമിലിട്ടിട്ട് എന്നെയും കൊണ്ട് ഗൾഫിന് പോകാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് എനിക്ക് പാസ്പോർട്ട് എടുത്തായിരുന്നു വെളിയിലോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ആ പാസ്പോർട്ട് എടുത്തിട്ട് ഞാൻ പോസ്റ്റ്മാൻ എൻ്റെ കൊണ്ട് തന്ന് ആ പാസ്പോർട്ട് ഞാൻ മേടിച്ച് കണ്ടതേ ഉള്ളൂ. എൻ്റെ അപ്പച്ചൻ പറഞ്ഞത് ഇവിടെ പെട്ടിയിലിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ച് വെച്ചത്. പിന്നെ ആ പാസ്പോർട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ പാസ്പോർട്ട് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കൊടുത്തിട്ട് എന്നെ പാസ്പോർട്ട് എടുത്തിട്ട് എന്നെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ വീണ്ടും അവിടെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായി. അപ്പോൾ എന്നെ കൊണ്ടുപോകാൻ ഒക്കത്തില്ലെന്നായി. അപ്പം വീട്ടിൽ ഞങ്ങൾ താമസിപ്പിക്കാതായിട്ട് ഞങ്ങൾ വീടിൻ്റെ സൈഡിലോട്ട് ഒരു ഷെഡ് പോലെ വെച്ചിട്ട് അതിനകത്ത് കഞ്ഞി വെച്ച് ഞങ്ങൾ കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തെ ആ കഞ്ഞിക്കകത്ത് മണ്ണ് വാരി ഇടുക. ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് അപ്പച്ചൻ വന്ന് തുറന്ന് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് ചെയ്ത് വെച്ചിട്ട് പോവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഹാരം കഴിക്കാനൊക്കാത്ത അവസ്ഥയായി. അഥവാ പെട്ടെന്ന് വെച്ചിട്ട് റൂമിനകത്ത് കൊണ്ടുപോയി പൂട്ടാൻ ഒത്തില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് അപ്പച്ച ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കും. അങ്ങനെ ചെയ്തു വെച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങളെ അവിടുന്ന് അടിച്ചിറക്കി. ആ വീട്ടിൽ ഞങ്ങളെ അടിച്ചിറക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരിടത്ത് വന്ന് വാടകയ്ക്ക് താമസിച്ചിട്ട് അവിടെ അപ്പോൾ വാടകയ്ക്ക് താമസിച്ചിട്ട് ഇയാൾക്ക് പിന്നെ വേറൊരു നിവൃത്തിയില്ല. അപ്പോൾ ഇയാൾക്ക് പോകാൻ ഡേറ്റും കഴിഞ്ഞു. പിന്നെ ആ കമ്പനി തന്നെ വീണ്ടും ഇയാൾക്ക് വിസ കൊടുത്തിട്ട് തിരിച്ച് വീണ്ടും വിളിച്ചു. കാരണം ഇയാൾ നല്ലൊരു മെക്കാനിക്കല, അതുകൊണ്ട് തിരിച്ച് വീണ്ടും വിളിച്ചു. അപ്പം വീണ്ടും പോയി അവിടെ ചെന്നിട്ട് അപ്പം ഞങ്ങൾക്ക് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞ് എൻ്റെ വസ്തുവൊക്കെ വിറ്റിട്ട് എനിക്ക് എവിടെയെങ്കിലും സ്ഥലം മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ സമയത്ത് എൻ്റെ വസ്തു 25 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ ആങ്ങളയ്ക്ക് കൊടുത്തുകൊണ്ട് പിന്നെ ഞങ്ങൾ 6 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇയാൾ വീടൊന്നും വെക്കത്തില്ല, എനിക്ക് കുടുംബ വീടുണ്ട്, ഞാനൊന്നും ചെയ്തു തരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ബഹളം തുടങ്ങിയപ്പം എനിക്ക് ആ വീടുണ്ട്, അത് തന്നെ മതി, ഞാൻ ഇനി പൈസ എങ്ങും മുടക്കത്തില്ല, ഒരിടത്ത് വെച്ചു, പിന്നെ അത് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഞാൻ പറഞ്ഞു എൻ്റെ സ്വത്ത് വിറ്റിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്, അത് എൻ്റെ പേർക്ക് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ട് ഈ വീട് അപ്പം ഞാൻ പഞ്ചായത്തിൽ അന്നേരം ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിലെല്ലാം സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർന്നിരിക്കുന്നവരാ, അവർക്ക് ആർക്കും പഞ്ചായത്ത് വീട് വേണ്ട. അപ്പം ഞാൻ അന്നേരം ചെന്നിട്ട് പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞ് എനിക്ക് വീട്, അപ്പം പറഞ്ഞ് ഗൾഫുകാർക്ക് വീട് തരാൻ ഒക്കത്തില്ല എന്ന് അന്നവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഇന്നതുപോലൊക്കെ സംഭവം, ഇന്നതാ കാര്യം, അയാൾ പൈസ തരത്തില്ലെന്നൊക്കെ പറഞ്ഞു. അന്നേരം പറഞ്ഞു എന്നാൽ ഞാൻ അങ്ങ് തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ എനിക്ക് പഞ്ചായത്ത് വീട് തരുന്നത്. അങ്ങനെ അന്ന് ഞാൻ പഞ്ചായത്ത് വീട് വെച്ച് പിന്നെ എൻ്റെ സഹോദരങ്ങളെല്ലാം കൂടെ വന്ന പിന്നെ ഇളയാങ്ങള ഈ കോൺട്രാക്ടർ വർക്ക കമ്പിയുടെ ഒക്കെ ചേട്ടൻ പിന്നെ മേശിരിയ അവരെല്ലാവരോട് തന്നെ വന്നാ ചെയ്തെന്ന്. എൻ്റെ ഒരു അമ്മാച്ചൻ്റെ മോൻ പെയിൻറ്ററാ, അവരെല്ലാം വന്നാ ചെയ്തെന്ന്. ഇവരാൾക്കാർ ആരും വന്ന് ഒരു സാധനം ആ വീട് വെക്കാൻ ഒന്നിനും സഹായിച്ചിട്ടില്ല. ഞാൻ മാത്രമാണ് ആ സമയത്ത്, ഇയാൾ നാട്ടിലെങ്ങുമില്ല ആ സമയത്ത് ഞാൻ ഇത് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് പിന്നെ എൻ്റെ ഒരു സിസ്റ്റർ ചേച്ചിയുണ്ട്, അപ്പോൾ അതിൻ്റെ ഓഹരി ആർക്കും തന്നിട്ടില്ലായിരുന്നു. അപ്പം അതിൻ്റെ ഓഹരിക്കകത്തൊന്ന് വിഹിതം എടുക്കുമ്പം ഒരു വിഹിതം എനിക്ക് തരാം. അപ്പം എന്നോട് ചോദിച്ചു നിനക്കൊരു ചിട്ടി എടുത്തിട്ട്, ഞാൻ പറഞ്ഞു എനിക്ക് ആ ചിട്ടി എനിക്കായിട്ട് വേണ്ട, അയാൾ കൂടെ എടുത്തു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ പോസ്റ്റ് ഓഫീസ് ചിട്ടി, ഇയാൾ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് അത് എടുക്കുന്നത്, ആ ചിട്ടി ഇയാൾ പിന്നെ അറിയാതെ എടുത്തത് പോലും. ആ ചിട്ടി ഇയാൾ ഒരു സമയത്ത് വന്നപ്പോൾ ഞാനിത് അടച്ചേച്ച് എൻ്റെ കയ്യിൽ തന്ന് ഞാൻ അടച്ചേച്ച് അത് ഞാൻ താമസിക്കുന്നിടത്ത് കൊണ്ടുവച്ചു, തിരിച്ചു കൊടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഇയാൾ അങ്ങനെ ഒരു ചിട്ടി ഉണ്ടെന്ന് ഇയാൾ അറിയുന്നത്. അപ്പം ഇയാൾ നോക്കി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ അതിൻ്റെ ഫോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ അവകാശികളൊക്കെ ആരൊക്കെയാണെന്ന്. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, ഇത് ചിലവാക്ക് പൈസ അടയ്ക്കുന്ന എൻ്റെ സഹോദരങ്ങളുമാണ്.
അപ്പം ഞങ്ങൾ രണ്ടുപേരെയും ഇതിനകത്ത് അവകാശികളാക്കി വെച്ചേക്കുന്നത് ഞാൻ എൻ്റെ സഹോദരങ്ങളെയാണ്. കാരണം അവരടച്ച പൈസയാ, അവരുടെ മുതല, അവർക്ക് എനിക്ക് തരേണ്ട ഒരു അവകാശവും ഇല്ല. എനിക്ക് കൂടുതൽ തന്നവളാണ്, അപ്പോൾ എനിക്ക് ഒരു അവകാശമില്ല തരേണ്ടാവില്ല. പിന്നെ അവർ തന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇവരുടെ വീട്ടിലോട്ട് ഇത് പോകണ്ടേ. അപ്പോൾ എനിക്ക് അവർ തരുന്നവർക്കല്ലേ അത് അവകാശമായിട്ട് ചെല്ലേണ്ടത്. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ചെല്ലത്തക്ക രീതി കൂടെ അത് ഞാൻ എഴുതി വെച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്തത് കാരണം ഇയാൾ അത് വെച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഗൾഫിൽ പോയ സമയത്ത് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇയാൾ അവിടെ ഒരു പെണ്ണുമായിട്ട് താമസമാണെന്ന്. അപ്പം ഞാൻ ആദ്യമൊക്കെ ചെന്നപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ അറിഞ്ഞെങ്കിലും ഇയാളുടെ കുറവ് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ ഒരു രീതി കൂടി ഇയാളെ ഇതാക്കിയിട്ടില്ല. അപ്പോൾ പല പ്രാവശ്യമായപ്പോഴും അത് ഇതായി. ഇപ്പം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ ഇവിടെ കുഞ്ഞുങ്ങളെ നോക്കും. കാരണം നമുക്കത് വിസിറ്റിങ് ചെല്ലുമ്പോൾ അത് ചെയ്യാനൊക്കത്തില്ല. എങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിനോട് ചേർന്നായതുകൊണ്ട് ഈ നേഴ്സുമാരുടെ കുഞ്ഞുങ്ങൾ, ഇയാളെ ഈ മെക്കാനിക്കൽ ആയതുകൊണ്ട് എല്ലാവരെയും അറിയാം. അപ്പം അങ്ങനെ അപ്പോൾ കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് ഏൽപ്പിച്ച് അവർക്ക് പോകുമ്പോൾ എളുപ്പം കുഞ്ഞുങ്ങളെ വിളിച്ചിട്ടുണ്ടോ വേറൊരു വണ്ടിക്കകത്ത് കൊണ്ടുപോകണ്ട. അപ്പോൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ആ വണ്ടിയിൽ പിന്നെ എൻ്റെ അടുത്ത് ഇറക്കിയിട്ട് ഇവർക്ക് പോകുമ്പോൾ ഇവരുടെ വണ്ടിയിൽ തിരിച്ചു കൊണ്ടുപോകുക, അല്ലെങ്കിൽ 2 വണ്ടിക്കൂലി ഇവർക്ക് മേടിക്കണം. അങ്ങനെ ആയപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഞാനായിരുന്നു നോക്കുന്നത് ഈ ചെല്ലുമ്പോഴല്ല. അതുകൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങളുടെ പ്രായം അനുസരിച്ച റേറ്റ് അപ്പം ഞാൻ നല്ലതുപോലെ ഇയാളെക്കാളും ശമ്പളം ഞാനവിടെ വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് സ്വർണവും സൗദി റിയാലും ഒക്കെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് അവിടെ ഞങ്ങൾ വീട്ടിൽ വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നത്. വെക്കാനൊക്കെ ആയിട്ട് എൻ്റെ ചേട്ടനൊക്കെ ആ വീട് വെച്ചതുകൊണ്ട് അതിനെല്ലാം സൗകര്യം ഉണ്ടാക്കി അവർ വീട് വെച്ച് തന്നത്. കാരണം പുറത്തൊരു മനുഷ്യരല്ല വന്ന് വെച്ചത്. അതുകൊണ്ട് ഇതെല്ലാം ഞങ്ങളുടെ റൂമിനകത്ത് സജ്ജീകരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് തന്നെ ഇയാൾ ഇതെല്ലാം മാറ്റി. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് മരിച്ച സമയത്ത് ഞാൻ പോയി, ഇയാൾ വന്നില്ല. ആ രാത്രി ഇയാൾ ഇതെല്ലാം മാറ്റിയിട്ട് ഇയാൾ വണ്ടിക്കകത്താക്കിയിട്ട്, ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, ഇയാൾ ആ വർക്ക്ഷോപ്പിൽ ഒരു വണ്ടി കൊണ്ട് വീലൊക്കെ ഊരിയിട്ട് അതിനകത്ത് കയറ്റിയിട്ട് വീട്ടിലിരുന്ന അരിയും സാധനം പോലും ഇയാൾ പിന്നെ എടുത്ത് മാറ്റി ആ സമയത്ത്. അപ്പം ഈ സൗദിയിൽ ഇങ്ങനെ നടന്നത് അറിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെന്നപ്പോൾ അപ്പോൾ ഒരു ചേച്ചി എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞ് നീ അവനെ നിയന്ത്രിക്കണം, കാരണം ഇന്നതുപോലൊക്കെ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന ഡ്രൈവറുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവള് പറഞ്ഞ് ആ ഡ്രൈവറെ രാത്രി കുഞ്ഞിനെ അവിടെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നതെന്ന്. അപ്പം വേറൊരു ചേച്ചിയുടെ കുഞ്ഞിനെ എടുക്കാൻ ചിലപ്പോൾ ഈ കുഞ്ഞിനെ അവർ കൊടുത്തില്ല. അപ്പം ഈ കുഞ്ഞിനെ നോക്കുന്ന വേറൊരാളെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു അമ്മാമ്മയാണ്. അപ്പോൾ എനിക്ക് അവരെ അറിയാം. അവരും എന്നോട് പറഞ്ഞു മോളെ ഇങ്ങനെ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളെ കൊച്ചിനെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നു. ഇവക്ക് അങ്ങനെ ഒരു വ്യക്തിയെ വേണം എന്നുള്ളതാണ്. പക്ഷെ മറ്റൊരു കാര്യവും ഇയാളിൽ നിന്നും കിട്ടത്തില്ലെന്ന് എനിക്കത് നല്ലതുപോലെ അറിയാം. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. അപ്പം ഞാൻ ഇയാളെ പെട്ടെന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് റൂമിൽ വരാൻ പറഞ്ഞു. ഇയാൾ വന്നപ്പോൾ ഞാൻ സാധനം എല്ലാം പാക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ കയറി പോവുക. അപ്പോൾ എൻ്റെ ചേച്ചിമാരെ വിളിച്ച് ഞാൻ ഇത് അറിയിച്ചു. അപ്പോൾ ചേച്ചിമാർ പറഞ്ഞു അയാൾ കുടിക്കുകയോ വലിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പം പറഞ്ഞു അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അവിടെ തീർത്തിട്ട് വരണം, ആരും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നാട്ടിൽ അവനെ അപമാനിക്കരുത്, നീ അവിടെ തന്നെ തീർത്തിട്ട് വരും. അപ്പോൾ ഇയാളെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ പോവുക, എനിക്ക് എന്തുവെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ആൾ വന്ന് ഇന്നതുപോലെ പറഞ്ഞു, ഇന്നതാണ് പ്രശ്നം, നിനക്ക് എന്നെയാണോ വിശ്വാസം അവരെയാണോ? ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ വിശ്വാസം, നിങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പം പറഞ്ഞ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പം ഇയാളോട് വീഡിയോ കോൾ വരാൻ പറയുമ്പോൾ ഇയാൾ പറയുന്നത് എന്തോന്ന് അറിയാം, ഞാൻ കമ്പനിയില്ല, ഇപ്പം ഇയാൾക്ക് ഷുഗറൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പറയും ഫ്ലാറ്റിൽ പോകണ്ട, നിങ്ങൾ കമ്പനി റൂമിൽ ഇരിക്കാൻ പറയും, അവിടെ എല്ലാവരും ഉണ്ടല്ലോ എന്ന്. അപ്പം എല്ലാവരും കുളിക്കാനൊക്കെ കയറി എല്ലാവരും ഡ്രസ്സ് മാറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വീഡിയോ കോൾ വരത്തില്ല. അപ്പം അല്ല ഇയാൾ ഫ്ലാറ്റിലുണ്ട്, ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് ഇയാൾ അവിടെ ഇരിപ്പുണ്ട്. ഇയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇയാൾ ഇന്ന് ഇവിടെ കുഞ്ഞിനെയും വിളിച്ച് അവിടെ വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ ഇവള് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോഴേ ഇവിടെ ഭർത്താവ് അവിടെ ഉണ്ട്, പക്ഷേ അയാൾ മുത് കുടിയനും ഒക്കെ അയാൾ വേറെ രാജ്യങ്ങളിൽ പോവുക, അവിടെ പോയി കുടിക്കുക, പിന്നെ ഈ സ്ഥലങ്ങളിൽ കുടി നടക്കാതെ വേറെ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇയാൾ കുടിച്ചിട്ട് ഇയാൾ അവിടെ നിന്നിട്ട് പിന്നെ ജോലി ദിവസത്തിൻ്റെ അന്നേ വരുത്തുള്ളൂ. അപ്പം അങ്ങനെ ആയപ്പം ഇയാൾക്ക് വീഡിയോ കോൾ വരാക്കത്തില്ല. കാരണം വന്നു കഴിഞ്ഞാൽ ഈ റൂം ഇവിടെ കുഞ്ഞിനെയും ഞാനാ നോക്കുന്നത് അവിടെ ചെല്ലുമ്പം. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഡ്രൈവറുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ ഡ്രൈവറെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു അണ്ണനായിരുന്നു ഇന്നത്, ഞാൻ ഇന്ന് വരെയും കൊണ്ടുപോയിട്ടില്ലെന്ന്. അപ്പം അന്നേരം ഇയാൾ തന്നെ എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തിയെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ കഴിഞ്ഞു, ഈ പ്രശ്നം ഇവിടെ തീർത്തെന്ന്. വൈകിട്ട് അവളെ വിളിച്ച് ഇയാൾ പറഞ്ഞു, അവൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഓടി എൻ്റെ അടുത്തൊന്ന് ചേച്ചി എന്തിനാ ചേട്ടായിയോട് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ പറഞ്ഞ കാര്യം നീ എങ്ങനെ അറിഞ്ഞു? അത് ചേട്ടായി എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ 3 പേരും കഴിഞ്ഞു, ഈ കാര്യം ഇവിടെ തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം കാണാം ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടത്തിൽ എല്ലാ ആൾക്കാരും കൂടെ കയറി വരുന്നു, ചോദ്യം കൂട്ടിച്ചോദിപ്പോൾ ഈ പറഞ്ഞ ആളെ കൊണ്ട് ക്ഷമ വരെയും പറയിപ്പിച്ചു. പിന്നെ അപ്പം പറഞ്ഞ ആൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചിലവിന് കിട്ടിയാൽ മതി, അയാൾ എവിടെയെങ്കിലും പോട്ടെ, കാരണം നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതി അങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് വിട്ട്. ആ കഴിഞ്ഞ് തന്നെ ഈ വ്യക്തി പിന്നെ അപ്പം ഈ വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്ക് എല്ലാവരും കൂട്ടി ചോദിക്കാനും ഒക്കെ വന്നു. അതൊരു ഭയങ്കര പ്രശ്നമായി. അത് എനിക്ക് വലിയൊരു അനുഗ്രഹമായെന്നേ ഞാൻ പറയാൻ നോക്കൂ. കാരണം അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് നാട്ടിൽ ആരോടും പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ പ്രാർത്ഥന കൂട്ടത്തിലുള്ളവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പ്രാർത്ഥന കൂട്ടത്തിൽ ഒരാൾ ഇയാളുടെ പെങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളവരാണ്. അപ്പം അങ്ങനെ നമുക്ക് അടുത്ത് പറയത്തക്ക, പിന്നെ ഈ കെട്ടിയൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം അറിഞ്ഞു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ പല രീതിയിൽ കൂടെ ആയി.
ഇയാൾ പിന്നെ അന്ന് തൊട്ട് ഇയാൾ എന്നെ പല രീതി കൂടെ അപായപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ രാജ്യത്ത് ചെല്ലുമ്പോൾ ഈ നോമ്പ് സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് അവർക്ക് 5 ദിവസത്തെ അവധിയുണ്ട്. അപ്പോൾ അവിടുത്തെ കടലോ കായലോ അവിടെ പോകുമ്പം ഒരു പ്രാവശ്യം നമ്മളെ വേറൊരു പുരുഷന്മാർ തൊടത്തില്ല അവിടുത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് അവിടുത്തെ ഉപ്പുവെള്ളത്തിൽ എനിക്ക് അത്രയും ഇപ്പം ഭയങ്കര വണ്ണമായപ്പോൾ എനിക്ക് എൻ്റെ കാല് തവിട്ടിക്കാതെ ഞാൻ ആ വെള്ളത്തിൽ മറിഞ്ഞ് കിടന്ന് വെള്ളം കുടിക്കുമ്പോൾ ഇയാളും അവളും തൊട്ടപ്പുറത്തേക്കോ ഞാൻ കിടന്ന് കൈയിട്ട് വിളിക്കുമോ, എന്നെ തൊട്ടതേ ഇല്ല. വേറൊരാളെ ഞാൻ കയറി അങ്ങ് കെട്ടി അങ്ങ് പിടിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു പെങ്ങളെ പിടിക്കല്ലേ, കാരണം ഈ രാജ്യം അതുപോലത്തെ ഈ രാജ്യത്ത് വേറൊരു പുരുഷനെ പിടിക്കാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടൻ ഞാൻ ചാകാൻ പോവാ, എന്നെ ചേട്ടൻ കരയിലോട്ടാക്കാൻ പറഞ്ഞു. അയാൾ പിടിച്ച് എന്നെ കരയിലോട്ടാക്കി. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ഉപ്പുവെള്ളമല്ലേ, ഞാൻ പോയി അവിടെ പെട്ടെന്ന് പോയി എൻ്റെ ഡ്രസ്സൊക്കെ മാറി. കരയിൽ വേറെ നല്ല ബാത്റൂമിൽ വെള്ളമുണ്ട്. പിന്നെ ഇന്ന് വരെ ഞാൻ അയാളുടെ കൂടെ എങ്ങും പോട്ടെ. പുറത്ത് പോകുമ്പോൾ ഇയാൾ എന്ത് കൊടുക്കുന്നു, ഏതെങ്കിലും ഇയാൾ മെക്കാനിക്കലല്ലേ, അവിടെ വയ്ക്കുമ്പോൾ പിന്നെ ഫോൺ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇയാൾ പിന്നെ നീ വരണ്ട, പുറത്താ ചൂടാ, നീ ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൽ കൊണ്ട് നിർത്തിയിട്ട് ഇയാൾ അങ്ങ് പോകും. അപ്പോൾ ഈ പിള്ളേരെ നോക്കുന്നുണ്ട്, എൻ്റെ ഈ കാശുണ്ട്, പിന്നെ വിസിറ്റിംഗ് ആയതുകൊണ്ട് എൻ്റെ പാസ്പോർട്ടും ഇയാളുടെ എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും മലയാളിയുടെ കട ഏതാന്ന് നോക്കും, മലയാളികൾ സംസാരിക്കുന്ന ഇതിൻ്റെ അടുത്ത് പോയി. കാരണം ഷോപ്പിംഗ് മാൾ ആണെങ്കിൽ അതിനകത്ത് ചില കച്ചവടങ്ങളുണ്ട്. അപ്പം മലയാളികൾ കാര്യം പറയുന്നിടത്ത് പോയി ഞാൻ നിന്നിട്ട് പിന്നെ അതിനകത്തുനിന്ന് സാധനങ്ങൾ വാങ്ങി നമ്മൾ കഴിച്ചാൽ നമുക്ക് ആ ലേവൽ കൊണ്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്താൽ മതി. നമ്മൾ ആ തിന്നുന്ന സാധനം അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് തിന്നാം. കഴിച്ചിട്ട് ഞാൻ ഇത് കൊണ്ട് കൊടുത്തിട്ട് ബില്ല് അടച്ചിട്ട് ഇറങ്ങിപ്പോരും. അങ്ങനെ എത്ര സമയങ്ങളിൽ ഞാൻ ആ ഷോപ്പിംഗ് മാളുകളിൽ നിന്നിട്ടുണ്ടെന്നറിയാമോ. ഇയാൾ തിരിച്ചു വരാൻ ഇയാൾ അങ്ങ് പോകും, എവിടെ പോകാൻ നിർത്തില്ല. ഇയാൾ പറയുന്ന ആരാണ്ടോ വിളിച്ച് വണ്ടി അവിടെ കിടക്കുന്നു ഇവിടെ കിടക്കുന്നു ഞാൻ ശരിയാക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ഇയാൾ അങ്ങ് പോകും. അങ്ങനെയൊക്കെ അവിടെ വെച്ച് എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മലയാളം അല്ലാതെ ഒരു ഭാഷ എനിക്കറിയത്തില്ല. അവിടെ എല്ലാം ഞാൻ ഇത്രയും നാളും ഈ രാജ്യത്ത് പോയെങ്കിലും ഞാൻ തന്നെ പോയിട്ടുള്ളത്, ഞാൻ തന്നെ തിരിച്ചു വന്നിട്ടുള്ളത്. ഇയാൾ എന്നെ കൊണ്ടുപോവുകയോ എൻ്റെ കൂടെ തിരിച്ചു വരികയോ ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാം പോയി തിരിച്ചു വരികയൊക്കെ ചെയ്തിരുന്നു. കാരണം ഒരു ഇംഗ്ലീഷ് പേപ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മറുവശങ്ങൾ എനിക്കറിയാം. ആ രാജ്യത്ത് ചെല്ലുമ്പോൾ അവർ പിന്നെ മറ്റുള്ള അറബി ഭാഷകളാണ് സംസാരിക്കുന്നത്, ഹിന്ദിയാണ് സംസാരിക്കുന്നത്. പക്ഷേ എല്ലാം അവർ കാണിക്കുന്ന കൈ ആംഗ്യത്തിൽ കൂടെ ഞാൻ പുറത്തിറങ്ങുന്നത്. അങ്ങനെ ഞാൻ അത്രത്തോളം കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്ത് പോയത്. അങ്ങനെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പം ഇയാളെ ഇത്രത്തോളം പ്രശ്നമായപ്പോൾ ഇയാളെ ഞാൻ ആ കമ്പനിയിൽ നിന്ന് പിന്നെ വിളിച്ചോണ്ടെങ്കിൽ പോരുന്നിട്ട് നമ്മൾ നാട്ടിൽ വന്നപ്പോൾ ഇയാൾ പറഞ്ഞു നീ അല്ലേ എന്നെ വിളിച്ചോണ്ട് വന്നേ, എനിക്കൊരു വാഹനം വേണമെന്ന് പറഞ്ഞു. എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടി വേണം, മേടിച്ച് തരാൻ പറഞ്ഞു. നിന്റെ വീട്ടുകാരോട് പറയാൻ മേടിച്ചു തരാം. അപ്പം ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അപ്പം ഈ ഷെയർ ഇച്ചിരി എടുത്തിടുന്നുണ്ട് എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു അപ്പം അതിൽ എനിക്ക് ഇച്ചിരി തുക കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഇന്നതുപോലെ പറയുന്നു, അപ്പോൾ ഇതുപോലെ ഒരു വണ്ടി പോയി കണ്ട്, അപ്പോൾ അതിന് 3.5 ലക്ഷം രൂപയാകും, സെക്കൻഡ് ഹാൻഡ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ വെച്ചാൽ പൈസ കൊടുത്തെടുക്കുന്നെന്ന് പറയണ്ട, നീ ഞങ്ങൾ സ്വർണം വെച്ചിട്ട് പൈസ എടുത്തു തരാം, നീ അവനെ കൊണ്ട് അടപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ആട്ടെന്ന് പറഞ്ഞു. അപ്പം പോയി കണ്ടോ, ഇങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആ പൈസ അവരെടുത്ത് എന്തുള്ളൂ ഇയാൾ അടച്ചിട്ടില്ല. മറ്റേതിൽ നിന്ന് എൻ്റെ ഡിപ്പോസിറ്റ് കിടന്നത് ഞാൻ ചെക്ക് കൊടുത്തിട്ടാണ് വന്നത്. അപ്പം അവരതെടുത്ത് സ്വർണം എടുത്തു, അവർ വെച്ച സ്വർണം എടുത്തു. അപ്പം അങ്ങനെ ആ വണ്ടിക്ക് നമുക്ക് രേഖയില്ല നമ്മളാ കൊടുത്തതെന്ന്. കാരണം പൈസ നമ്മൾ കൊടുത്തെന്നുള്ള രേഖയില്ല. അതുകൊണ്ട് ഇയാളുടെ പേർക്ക് മേടിച്ച വണ്ടി ആയതുകൊണ്ട് ഇയാളുടെ പേർക്ക് അത് ഇപ്പോഴും കിടപ്പുണ്ട്. അങ്ങനെ ഉള്ള ഇപ്പം പിന്നെ ഇയാൾ വന്നിട്ട് എൻ്റെ പേർക്കായിരുന്നു ഈ വസ്തുവും വീടും എന്ന് പറഞ്ഞില്ല. അപ്പോൾ 2021 ഇയാൾ ഇതുപോലെ അതിന് മുമ്പ് ഇയാളെ വിളിച്ചുകൊണ്ട് ഞാനിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു ഞാൻ ഇനി അവിടെ പോയി സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഇടുവാന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് ഒക്കുന്നില്ല, ഞാൻ അവിടെ പോയി ഇടുവാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവൾ ആ രാജ്യത്ത് നിന്ന് അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് അവൾ പോയി. അപ്പം അന്നേരം അവിടെ കൂടെ ഈ അമേരിക്കൻ രാജ്യത്ത് പോകാൻ ഇയാൾ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. അപ്പം ഞാനും സമ്മതിച്ചില്ല. ഈ സമയത്താണ് പിന്നെ ഇയാൾ പിന്നെ സ്വന്തമായിട്ട് അവിടെ ചെന്ന് വർക്ക്ഷോപ്പ് ഇടുകയെന്ന് പറഞ്ഞിട്ട് ഇയാൾ കയറിപ്പോയി. പുതിയ വിസിറ്റിംഗ് വിസയിൽ ഇയാൾ കയറി ചെന്ന് അവിടെ ചെന്നിട്ട് ഇയാൾ പിന്നെ സ്വന്തമായിട്ട് ഇത് നടത്തി അയാൾ അവിടെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ എന്നെ കൊണ്ട് ഇവിടെ നാട്ടിൽ 6 ലക്ഷം രൂപ ഇന്ത്യൻ പൈസ ഇവിടെ കൊടുത്തപ്പോൾ അയാൾക്ക് സൗദി റിയാൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ കൊണ്ട് 6 ലക്ഷം രൂപ ഇവിടെ നിന്ന് എടുത്തിട്ട് അത് പിന്നെ കൊടുപ്പിച്ചു. ഒരാളെ കയ്യിൽ നേരിട്ട് കൊടുപ്പിച്ചു, ഒരു അക്കൗണ്ടിലും ഇടിയിച്ചില്ല. കാരണം എവിടെയെങ്കിലും ഇട്ടെങ്കിൽ നമുക്കതൊരു രേഖയായിട്ട് നമ്മുടെ കയ്യിൽ കിടന്നതിന്. ഒരു അക്കൗണ്ടിലും ഇടിക്കാതുണ്ട്, കയ്യിൽ അത് 2-3 ട്രിപ്പായിട്ടാണ് എടുപ്പിച്ച് കൊടുത്തത്. അപ്പം അങ്ങനെ ഒരു വലിയൊരു കടം ഞാൻ എൻ്റെ തലയിൽ വെച്ചിട്ട് പിന്നെ ഇയാൾ 2020 നാട്ടിൽ തിരിച്ചു കയറി വന്നിട്ട് ഇയാൾ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കുന്നു. ഇയാൾ കയറി വന്ന ആ കൊറോണ സമയത്ത് ഇയാൾ കയറി വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഒരു സന്ധ്യ ഒരു 5:30-6 മണി ആകാറായപ്പോൾ കാണാം വണ്ടി വന്ന് അവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അനിയനും പിള്ളേരും എല്ലാം കൂടെ വന്നതായിരിക്കും എന്ന് വിചാരിച്ചു. വന്നു കഴിഞ്ഞിട്ട് ഇയാൾ പിന്നെ ഉടനെ ഞാൻ പറഞ്ഞു നിങ്ങൾ കൊറോണ സമയത്ത് വന്നതല്ലയോ,
ക്വാറന്റൈൻ കിടക്കാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു ഞാൻ ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞാൽ വന്നിരുന്നു. അപ്പം എന്ന് വന്നതൊന്നും എനിക്കറിയത്തില്ല. ഉടനെ ഇത് കഴിഞ്ഞിട്ടുണ്ടെ അയാൾ പറഞ്ഞു ഇനി ഞാൻ ഇവിടെ വരണമെങ്കിൽ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാ നിങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുന്നത്? അപ്പം പറഞ്ഞു എനിക്ക് അവിടെ വീടുണ്ട്, എൻ്റെ വീടാത്, ഞാൻ അവിടെ പോവുക, ഇവിടെ ഞാൻ താമസിക്കണമെങ്കിൽ എൻ്റെ പേർ കൂടെ ആവണം. അപ്പം വന്ന് കയറിയിട്ട് ഇയാൾ എൻ്റെ ഫോൺ അങ്ങ് എടുത്തു. ഫോണൊക്കെ എടുത്തിട്ട് ഇയാള് ഇനി വീട്ടിലോട്ടൊന്നും വിളിക്കണം, നീ ആരെയും വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഫോണെല്ലാം അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഇയാൾ എൻ്റെ ബാഗും ഒക്കെ അങ്ങ് എടുത്തെല്ലാം കൈക്കലാക്കി വെച്ചുകൊണ്ട് ഇയാൾ പിന്നെ ആ ഒരു മുറി, അകത്തൊരു മുറി അങ്ങ് പൂട്ടിയിട്ട് ഞാൻ പറയാതുണ്ട് ഇതിനകത്ത് കയറാനൊക്കത്തില്ലെന്നും പറഞ്ഞിട്ട് അയാൾ ആ മുറി പൂട്ടിയിട്ട് അപ്പം ഇയാൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാൻ തുടങ്ങി. അപ്പം എന്നോട് പറഞ്ഞ് എൻ്റെ പേർ കൂടെ വസ്തു എഴുതാമെങ്കിൽ ഞാൻ ഇവിടെ വരത്തുള്ളൂ. അപ്പം എനിക്കെല്ലാം തരാനുള്ളതെല്ലാം തന്നു. ഒരു കേസ് കഴിഞ്ഞു, ഞാൻ അവരെല്ലാം ധിക്കരിച്ച് ഇയാളുടെ കൂടെ ഇറങ്ങിപ്പോയതാണ്. അപ്പം വീണ്ടും ഞാൻ അന്നേരം അതുകൊണ്ട് ഞാൻ എൻ്റെ സ്ഥലം ഇയാൾക്കൂടെ പകുതി എഴുതി വെച്ചു. ജാനുവരിയിൽ എഴുതി വെച്ചു. ഫെബ്രുവരി 28-ാം തീയതി ആയപ്പോഴത്തേക്ക് അയാളുടെ വീട്ടിൽ നിന്ന് ഒരു ഞായറാഴ്ച ദിവസം പള്ളി വന്നിട്ട് അപ്പച്ചനും അമ്മച്ചിയും അനിയനും പെണ്ണുമ്പിളയും പിള്ളേരും എല്ലാം കൂടെ വീട്ടിൽ വന്നിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ട് എന്നെ അങ്ങേറ്റം അപമാനിക്കുന്ന രീതിയിൽ കൂടെ ഒക്കെ ഉള്ള വർത്തമാനം എല്ലാം പറഞ്ഞ് അതിനകത്ത് ഒരു മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് എല്ലാ സാധനവും വാരി അടുക്കളയുടെ ആ ഭാഗത്തിട്ട് വർക്കേറിയക്കകത്തിട്ട് പൂട്ടിയിട്ട് മൊത്തം സാധനവും പറക്കി മാറ്റി അരി ഉൾപ്പെടെ തട്ടിയിട്ടുണ്ട്. ഇയാൾ അവരുടെ വീട്ടിലങ്ങ് പോയി. എനിക്കൊന്നും ചെയ്യാനൊക്കെ പിന്നെ കഥ തുറന്നിട്ടിട്ട് ഇവരിറങ്ങി അങ്ങ് പോയി. ഞാൻ ഉടനെ എനിക്ക് 10 പൈസ എൻ്റെ കയ്യിലില്ല. പെട്ടെന്ന് തന്നെ അന്നേരം അതുവഴി ഒരു വണ്ടി വന്നു. ഞാൻ പറഞ്ഞു എന്നെ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ്റെ അടുത്തോട്ടൊന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. CSI പള്ളി അച്ഛൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയിട്ട് അതിന് മുമ്പ് അച്ഛൻ ഈ പ്രശ്നം ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഭയങ്കര വഴക്കുണ്ടായി. അപ്പം അച്ഛൻ വന്നപ്പോൾ അച്ഛനോട് ചോദിക്കുക എൻ്റെ അനുവാദം ഇല്ലാതെ എന്തിനാ എൻ്റെ വീട്ടിൽ കയറിയെന്ന് ഇയാൾ ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ചുകൊണ്ട് അപ്പനെ അമ്മയെ എല്ലാം വിളിപ്പിച്ച് അച്ഛൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മച്ചി പറയാടാ അവിടെ പാസ്പോർട്ട് നീ എടുത്ത് മാറ്റണേന്ന്. അവൻ പറഞ്ഞു അതെൻ്റെ കയ്യിലുണ്ടെന്ന്. അങ്ങനെ ഇയാൾ എല്ലാ സാധനവും പറക്കിക്കൊണ്ടാണ് ഇയാൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ അച്ഛൻ പറഞ്ഞു നിങ്ങൾ അവിടെ താമസിക്കാൻ പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇയാൾ പോയി. എൻ്റെ കയ്യിൽ ഫോണും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഓട്ടോക്കാരൻ്റെ പൈസ അയാളെ കൊണ്ട് കൊടുപ്പിച്ചു. പിന്നെ തിരിച്ച് വന്നപ്പോൾ ഞാൻ ഒന്നുമില്ലാതെ കണ്ടപ്പം പള്ളിയിൽ ഞാനൊരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്, അതിൽ കുറേ പൈസ ഉണ്ടായിരുന്നു, 3000 രൂപ ഉണ്ടായിരുന്നു. ആ പൈസയേ ഉള്ളായിരുന്നു പിന്നെ എനിക്കുള്ളത്. ആ പൈസ തല്ലി പൊട്ടിച്ച് ഞാൻ എടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോവുക. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി എല്ലാം കൊടുത്തിട്ട് ഞാൻ 3-ാം തീയതി പിന്നെ മാർച്ച് 3-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് 4-ാം തീയതി ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുക. എൻ്റെ വീട്ടിൽ പോയിട്ട് കാരണം എനിക്ക് ചിലവിന് വേറെ ഒന്നുമില്ല. അവിടെ ചെന്ന് എല്ലാം എടുത്ത് പുതിയൊരു സിമ്മും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മാർച്ച് മാസം ഇയാൾ കൊണ്ട് കേസ് കൊടുത്തേക്കുന്നു. എനിക്ക് ഡൈവേഴ്സിന് എൻ്റെ പേർക്ക് കൊണ്ട് കേസ് കൊടുത്തേക്കുന്നു. അപ്പോൾ ആ കേസ് കൊടുത്ത് ഇയാൾ എൻ്റെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇയാൾ നാട്ടിലേക്ക് വരുന്നതും. എന്നെ കൊണ്ട് 6 ലക്ഷം രൂപ കടമെടുപ്പിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇയാൾ കേസ് കൊടുത്തിട്ട് ഇയാൾ തിരിച്ച് ഗൾഫിലേക്ക് പോയി അപ്പച്ചൻ്റെ പേർക്ക് പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ട്. അപ്പോൾ ഈ കേസ് സമയത്ത് ഈ അപ്പച്ചനൊക്കെ വന്നപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ അപ്പച്ചൻ മോനോട് ചോദിക്കുക നീ എന്തിനാടാ ഇവളെ ഇവിടുന്ന് കെട്ടിയെടുത്തോണ്ട് അവിടെ പോയത് അവളെ കാണിക്കാനെന്ന്. അപ്പച്ചൻ മോനോട് ചോദിക്കുന്ന വാക്കാ. അപ്പം ഈ കേസ് കൊടുത്തിട്ട് ഇയാൾ ഈ സ്വത്തുക്കൾ എൻ്റെ കയ്യിൽ നിന്ന് കൈക്കലാക്കാൻ. അപ്പം അത് ഇപ്പം പവർ ഓഫ് അറ്റോർണി കൊടുത്തുകൊണ്ട് ഇപ്പോൾ കേസ് നടക്കുക. അയാൾ നാട്ടിലും വരുന്നുണ്ട്, അയാൾ വേറെ കുടുംബജീവിതവും നയിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കെങ്ങും പോയി ഒരു അധ്വാനിച്ച് ജീവിക്കാനോ അപ്പം ഈ വീട്ടിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അപ്പം അതിനകത്ത് കയറാതിരിക്കാനായിട്ട് നമ്മൾ പിന്നെ കോടതിയിൽ നിന്ന് പേപ്പർ മേടിച്ചിട്ടും ഇയാൾ ആ വീട്ടിനകത്ത് വന്ന് പിന്നെ ബാനറൊക്കെ വലിച്ചു കെട്ടി വീട് പൂട്ടി പിന്നെ എന്നെ പുറത്തിറക്കി വീട് പൂട്ടിയിട്ട് എന്നെ അകത്ത് കയറ്റാതായി. ഞാൻ ഒരു രാത്രി മൊത്തം പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ടുണ്ട്. ആ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതികളൊക്കെ ഉണ്ട്. അവസാനം എനിക്ക് തിന്നാൻ ആഹാരമില്ലാതെ ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി വരെ ഉണ്ട്, എനിക്കൊരു നേരത്തെ ആഹാരം പോലും ഇല്ലെന്ന്. പക്ഷെ അവിടുന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് പേപ്പർ വന്നല്ലാതുകൊണ്ട് എനിക്കൊരു നേരത്തെ ആഹാരത്തിനുള്ള റേഷൻ പോലും ഫ്രീ ആയിട്ട് തരാൻ കഴിഞ്ഞിട്ടില്ല. അവർ അതിനു പോലും ഞാൻ എത്ര ദിവസം എൻ്റെ വീട്ടിൽ പട്ടിണി കിടന്നെന്നറിയാമോ? കിണറ് ഉണ്ടായതുകൊണ്ട് വെള്ളം കോരി കുടിച്ചുകൊണ്ട് ഞാൻ പട്ടിണി കിടന്നു. അപ്പം ഞാൻ മുഖ്യമന്ത്രിക്ക് എനിക്ക് ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പരാതി അയച്ചത്. പരിസരത്തൊന്നും ആരും അറിയരുതെന്നും പറഞ്ഞുകൊണ്ട്. അതിന് എനിക്കൊരു മറുപടി പോലും വന്നില്ല. അതിന് പോലീസ് സ്റ്റേഷനിൽ വന്നു. പക്ഷെ അവരോട് ഒരു നേരത്തെ ആഹാരത്തിനുള്ള അരി സാധനം മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ റേഷൻ കടയിൽ ചെന്ന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറയാൻ പോലും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ അടുത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ പട്ടിണി കിടന്നെടുത്തുനിന്ന് അങ്ങനെയുള്ള പരാതി കൊടുക്കുമ്പോൾ യാന്ത്രികമായി ഇപ്പൊ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മൾ ഓർക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി വായിക്കുകയാണെന്നാണോ? നമ്മൾ ഈ കൊടുക്കുന്ന പരാതി അവിടെ ചെല്ലുന്നു, അവിടുത്തെ സെക്രട്ടറിമാർ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർക്ക് അയക്കുന്നു, അവരെന്നിട്ട് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ള, അല്ലാതെ ഇതിനകത്ത് കാര്യമായ ഒരു ആക്ഷൻ എന്തെങ്കിലും
വരുന്നത് കണ്ടിട്ടുണ്ടോ? അന്നേരം നമ്മളോർക്ക് ഇത് മുഖ്യമന്ത്രി ഇന്ന് വായിച്ചു ഇത്രയൊക്കെ ബുദ്ധിമുട്ട് ഒന്നുമില്ല. ഇതിങ്ങനെ കറങ്ങി കറങ്ങി ഫയൽ കറങ്ങി അത് ഫോർവേഡ് ചെയ്ത് പോകുന്നില്ല. അതിനകത്തൊന്നും കാര്യമായ ഒന്നും അതെനിക്ക് മനസ്സിലായി. കാരണം എന്റെ അവസ്ഥ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതിൽ നിന്നൊന്നും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ലെന്ന്. നമ്മൾ അയച്ചു കൊടുത്താൽ നമ്മൾ ജയിപ്പിച്ച് വിടുന്നൊരു നമ്മൾ അയച്ചു കൊടുത്താൽ നമുക്കൊരു പ്രയോജനം ഉണ്ടാകത്തില്ലെന്ന് മനസ്സിലായി. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കേസൊക്കെ അങ്ങോട്ട് പോയപ്പോൾ കേസിന്റെ പുറകെ പോകാൻ എൻ്റെ ഈ കാശില്ല, ഒരു വക്കീലിനെ കാണാൻ എൻ്റെ ഈ കാശില്ല. അയാൾ ഗൾഫിൽ പോയിട്ട് അയാൾ പൈസ ഉണ്ടാക്കുന്നു, അയാൾ പുതിയ ജീവിതം നയിക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അയാൾ ഒരു വാക്കൂടെ പറഞ്ഞു, എനിക്ക് എൻ്റെ പീരീഡ് കഴിയുന്നിടം വരെയും എനിക്ക് ഡൈവേഴ്സ് തരുത്തില്ലെന്ന്. കാരണം ഞാൻ വേറൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ അയാളുടെ വരുത്തത്തില്ലെന്ന്. അപ്പം എന്നെ പോലെ അനേകർ ഇതുപോലെ ആയിരിക്കും ജീവിക്കുന്നത്. കാരണം കേസ് ഇതുപോലെ പവർ ഓഫ് അറ്റോർണിയൊക്കെ കൊടുത്തിട്ട് അവരുടെ നല്ല ജീവിതം ഒത്തും. കാരണം എനിക്കിനി വേറൊരു കല്യാണം കഴിച്ച് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എനിക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം കിട്ടണം. കാരണം എങ്ങും പോയി ജോലി ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എവിടെയെങ്കിലും പോയി ഒരു ഹോം നേഴ്സായിട്ടൊക്കെ ഞാൻ നോക്കാൻ പോയി. അവിടെയൊക്കെ പോയി നിൽക്കുമ്പോൾ എനിക്ക് നമ്മൾക്ക് 28 ദിവസം പൂർത്തിയായിട്ട് നിൽക്കണം. ഈ 28 ദിവസം എനിക്ക് നിൽക്കാൻ പറ്റില്ല. കോടതിയിൽ 3, 4, 5 കേസാണ് ഒരു മാസത്തിൽ വരുന്നത്. നമ്മൾ കേസിന് വന്നു കഴിയുമ്പോൾ അവർ പിന്നെ തിരിച്ച് നമ്മളെ വിളിക്കത്തില്ല. അപ്പൊ നമുക്ക് ആ ബാക്കി പൈസ പോലും അവർ തരത്തില്ല. നമ്മുടെ അവിടെ കൊണ്ടിട്ടിരുന്ന ഡ്രസ്സ് പോലും നമുക്ക് തരത്തില്ല. ഞാൻ ഡ്രസ്സൊക്കെ എത്രയോ എടുത്ത് എൻ്റെ ഡ്രസ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ ഞാൻ എന്തെല്ലാം രീതിയിൽ കൂടെ ജീവിച്ചു. ജീവിച്ചിട്ടൊന്നും എനിക്ക് കടകളിൽ പോയി നിൽക്കാൻ ഒക്കുന്നില്ല. അങ്ങനെ ഒന്നും ഒക്കാത്ത അവസ്ഥ. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇയാൾ പറയുന്നത് ഞാൻ ആ ജോലി ചെയ്യുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ കോടതിക്ക് പരാതി കൊടുക്കുക. എനിക്ക് പിന്നെ ചെലവിന് അനുവദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. വക്കീൽമാരുടെ ഫീസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർക്ക് കൊടുക്കാൻ പോലും എൻ്റെ ഈ കാശില്ല. ഏതവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെ പോലെ ഇപ്പം ഈ പവർ ഓഫ് അറ്റോർണി കൊണ്ട് നടക്കുന്നത് കാരണം മനുഷ്യർക്ക് ആർക്കും ജീവിക്കാനൊക്കുന്നില്ല. ഈ കേസ് കൊടുത്തവർ അനേകർക്ക് ജീവിക്കാനൊക്കത്തില്ല. കാരണം അവർ സ്വസ്ഥമായിട്ട് അവർ ജീവിക്കുക. അവരെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല. കാരണം ഇന്നിപ്പോൾ എനിക്ക് 5 വർഷത്തോളമായി എൻ്റെ കേസ് തുടങ്ങിയിട്ട്. ഈ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. കാരണം എത്രയോ ദിവസം ഞാൻ ആഹാരം കഴിക്കാതെ കിടന്നിട്ടുണ്ട്. എത്രയോ ദിവസം ഞാൻ വെള്ളം മാത്രം കുടിച്ച് ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര ദിവസത്തെ ആഹാരമാണെന്ന് അറിയാം. ഒരു പാക്കറ്റ് ബ്രെഡ്, ഈ ബ്രെഡ് കഴിച്ചോണ്ട് ഞാൻ എത്ര ദിവസം കിടന്നിട്ടുണ്ടെന്ന് അറിയാം. അരി വെച്ചാല് കഞ്ഞിയാക്കത്തേ ഉള്ളൂ, ചോറാക്കത്തില്ല. ചോറാക്കി കഴിഞ്ഞ് തികയത്തില്ല. കഞ്ഞിയാകുമ്പോൾ വെള്ളവും കൂട്ടി കുടിക്കാം. അങ്ങനെ ഞാൻ കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ ആരോട് പറയും? അങ്ങനെയാണ് ഞാൻ സാറിന്റെ ഫോൺ നമ്പർ എടുത്തതും സാറിനെ വിളിക്കും. എനിക്കൊരു പ്രയോജനം എനിക്കെന്ന് തന്നെയല്ല, എന്നെ പോലെ അനേകരുണ്ട്, അവർക്കൊക്കെ ഒരു പ്രയോജനം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് സാറിന്റെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ച് സാറിനോട് ഇങ്ങനെ ഒന്നോ കാര്യം പറഞ്ഞത്. കാരണം ഇത് കോടതി കിടക്കുന്ന കേസാണ്. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞത് ഇത് ഇപ്പൊ ഏത് രീതിയാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും ഞാനത് തീർത്തും ഇനി എന്ത് വന്നെന്ന് പറഞ്ഞാലും അതിന്റെ പുറകിൽ ഞാൻ എന്നെയാണെങ്കിൽ അയാള് എന്റെ ടാങ്കിൽ വിഷം കലക്കിയതാ. അതുവരെയും ക്രിമിനൽ കേസായിട്ട് കിടപ്പുണ്ട്. അപ്പൊ അന്ന് ഞാൻ എന്റെ ദേഹം മൊത്തം പൊള്ളി പൊങ്ങി. പിന്നെ ആശുപത്രി ചെന്നിട്ട് തിരിച്ചു വന്നപ്പോൾ അപ്പം ഡോക്ടർ പറഞ്ഞ് വെള്ളം എടുത്തോണ്ട് വന്ന് പരിശോധിക്കാൻ. അപ്പൊ തിരിച്ചു വന്നപ്പോൾ ഇയാള് വർക്ക്ഷോപ്പുകാരനായി. ഇയാള് പിന്നെ കയറി പുറത്തോട്ട് വീട്ടിന്റെ ടെറസിലോട്ട് ഇറങ്ങുന്ന വാതിൽ ഇയാൾ പുറത്ത് നിന്ന് വലിയ ആണിയൊക്കെ വെച്ച് കമ്പിയൊക്കെ വെച്ച് അടിച്ചിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ ഒക്കാത്ത രീതിയാക്കിയിട്ട് ഇയാൾ ടാങ്കിൽ നിന്നുള്ള വെള്ളം എല്ലാം പമ്പ് സെറ്റ് കൊണ്ടുവന്ന്, അതായത് വർക്ക്ഷോപ്പിൽ എന്തോ സാധനം കൊണ്ടുവന്ന് മൊത്തം വെള്ളം ഊറ്റിക്കളഞ്ഞു. എല്ലാ പൈപ്പിലെയും വെള്ളം ഊറ്റിക്കളഞ്ഞു. ഇയാളുടെ ഈ റൂമിന്റെ താക്കോലൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാ മുറിയിലെയും പൈപ്പിൽ നിന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞു. ഒരു തുള്ളി വെള്ളം നമുക്ക് അതിൽ നിന്ന് ടെസ്റ്റ് എടുക്കാൻ ഒക്കാതായി പോയി. അങ്ങനെയൊക്കെ ഒത്തിരി ഞാൻ അനുഭവിച്ചതാണ് അവിടുന്ന്. കാരണം ആ സമയത്തൊക്കെ ഇയാൾ എന്നെ വിട്ടേച്ച് പോയത് പിന്നെ ഞാൻ കിണറ്റിൽ നിന്ന് നേരിട്ട് കോരിയാണ് കുടിച്ചോണ്ടിരുന്നത്. കുളിക്കാൻ മാത്രമേ ഞാൻ ഈ ടാങ്കിൽ വെള്ളം ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടുകൊണ്ടാണ് ഞാൻ ചാവാതെ ജീവിക്കുന്നത്. ഇപ്പൊ എന്നിട്ട് എന്നോട് പറഞ്ഞ് എന്നെ ഞാൻ പരിക്കത്തിട്ട് കത്തിക്കുമെന്ന്. എപ്പോൾ എനിക്കത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. കാരണം ഈ കേസ് കിടക്കുന്നുണ്ട്. എനിക്ക് ആ നാട് വിട്ട് എങ്ങോട്ടൊന്നും പോകാനൊക്കത്തില്ല. കാരണം എപ്പോഴും ഞാൻ ആ നാട്ടിൽ വന്നേ വെക്കൂ. മാസത്തിൽ 2-3 പ്രാവശ്യം ആ നാട്ടിൽ വന്നേ വെക്കും. ആ സമയത്ത് എനിക്ക് എന്ത് സംഭവം, ഇയാൾ കാശ് കൊടുത്ത ആൾക്കാരെ ഇഷ്ടംപോലെ വിടുന്നുണ്ട്. ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. എത്രയോ പ്രാവശ്യം രാത്രി കാലങ്ങളിൽ വീട്ടിന്റെ 4 സൈഡിലും വന്ന് കിടന്ന് അടിക്കുമെന്നറിയാമോ. പേടിച്ചിട്ട് ഉറങ്ങത്തില്ല. രാത്രി മൊത്തം ഉണർന്നിരുന്നിട്ട് രാവിലെ ഉറങ്ങും. രാവിലെ ഒരു സമയമാകുമ്പോഴാണ് കിടന്ന് ഉറങ്ങുന്നത്. ആ സമയമാകുമ്പോൾ ഉറങ്ങിയിട്ട് ചിലപ്പോൾ എണ്ണിക്കാൻ മറന്നു പോകും. അത്രയ്ക്കും അവസ്ഥയിൽ കിടന്ന് ഉറങ്ങിപ്പോവും. ഉറങ്ങി കഴിയുമ്പോഴും നേരം വെളുത്ത് എന്തെങ്കിലും ഒരു തൊഴിലിന് നമുക്ക് പോകേണ്ടതുകൊണ്ട് പോകാനൊക്കാതിരുന്നിട്ടുണ്ട്. അന്നിരുന്നെങ്കിൽ നമ്മളെ ആ തൊഴിലിൽ നിന്ന് മാറ്റിവിടും. ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ചാകാൻ എനിക്ക് പേടിയാ. ഞാൻ ചാകത്തില്ല. പക്ഷെ ഞാൻ ചാവുക, എന്റെ ജീവൻ പോവുകയാണെങ്കിൽ അയാളായിരിക്കും എന്റെ ജീവൻ കളഞ്ഞേക്കുന്നത്. ഇന്നും എനിക്ക് ആ ഒരു ഭയം എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ വീട്ടുകാരത് കാരണം എപ്പോഴും പറയും നിന്നെ അവൻ കൊല്ലും, നിന്നെ അവൻ കൊല്ലുമെന്ന്. ഞാൻ പറഞ്ഞു കൊല്ലുന്നെങ്കിൽ അവനാണല്ലോ കൊല്ലുന്നത്. അത് നിങ്ങൾക്കെല്ലാം അറിയാം. ഞാനായിട്ട് ചാവത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനായിട്ട് മരിക്കാൻ പോകത്തില്ല. പക്ഷെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. കാരണം ഈ കേസ് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. എന്നെ പോലുള്ളവർക്ക് അനേകർക്ക് പലരും കോടതി വെച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. ആ ഒരു
വേദനയിലാണ് ഇന്ന് ഞാനിത് സാറിൻ്റെ അടുത്ത് വന്നതും സാറിനോട് സംസാരിക്കാൻ വരുത്തിച്ചതും എനിക്ക് എങ്ങൊന്നും ഒരു നീതി കിട്ടുന്നില്ല. കോടതിയിലെ നീതി ഏത് സമയത്ത് കിട്ടും ഏത് സമയത്ത് കിട്ടുമെന്ന് പറയാൻ ഒക്കുന്നില്ല. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര വർഷം. എനിക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വഴി ഒരുക്കി തരണം. ഈ കേസിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കിയാല്, കാരണം ഇയാള് കേസിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഇയാൾ കൊടുത്ത കേസാണ്, പക്ഷെ ഒന്നും തരുത്തില്ല. അപ്പൊ എന്റെ അച്ചാച്ചനൊക്കെ എനിക്ക് തന്ന മുതല്, അവര് കഷ്ടപ്പെട്ട് അവരുണ്ടാക്കിയ മുതല് അവര് എനിക്ക് തന്നെ എന്റെ വീട് സ്ഥലം അത് കോടതിക്ക് നോക്കിയാൽ തന്നെ അറിയാം. 2021 അയാള് എന്റെ കയ്യിൽ നിന്ന് എഴുതി മേടിച്ചു, ജാനുവരി എഴുതി മേടിച്ചു, ഫെബ്രുവരി ഇയാള് എന്നിൽ നിന്ന് ഇട്ടിട്ട് പോയി. ഞാൻ മാർച്ച് 3-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുന്നത്. എന്നിട്ട് ഇയാൾ കൊടുത്ത പരാതിയിൽ പറയുന്നത് മാർച്ച് 3-ാം തീയതി ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ വീടും പൂട്ടി എങ്ങാണ്ട് പോയെന്ന്. ഞാൻ മാർച്ച് 3-ാം തീയതി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. കോടതി കൊടുത്ത പേപ്പറിനകത്ത് ഇതൊക്കെ കാണുമ്പോൾ കോടതിക്ക് തെളിവാണ്, അല്ലാതെ എനിക്ക് കൊടുക്കാൻ ഒരു തെളിവില്ല. കാരണം വീട്ടിൽ നിന്ന് എല്ലാ തെളിവും അയാൾ എടുത്തോണ്ട് പോയി. എനിക്ക് കോടതിക്ക് കൊടുക്കാൻ ഇത്രയും പേപ്പർ, ഈ 5 വർഷം കൊണ്ടുള്ള പേപ്പർ, ആ പേപ്പറിന് എത്ര രൂപയായതാന്ന് അറിയാമോ? ഇന്ന് എൻ്റെ കയ്യിൽ ഒരു തുരുമ്പിന്റെ സ്വർണമോ ഒന്നും എൻ്റെ കയ്യിലില്ല. എനിക്ക് ജീവിക്കാൻ എന്തെങ്കിലും പെട്ടെന്നൊരു ആപത്ത് വന്നാൽ പോലും എനിക്കൊരു രൂപ ചെലവാക്കാം. ഞാൻ എന്ത് എൻ്റെ ഈ 23-ാമത്തെ വയസ്സിൽ ഞാൻ പ്രഷറിന് അടിമയായി അവരെ വീട്ടിൽ വെച്ച്. 30-ാമത്തെ വയസ്സിൽ ഞാൻ ഷുഗറിന് അടിമയായി. കാരണം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി മരുന്നുകൾ കഴിച്ച്, അതിൻ്റെ ഹോർമോൺ മരുന്ന് കഴിച്ച് എനിക്ക് അന്ന് ഷുഗറിന് അടിമയായി. ഇതൊക്കെ ചെയ്തിട്ട് ഇന്ന് ഞാൻ മരുന്നില്ലാതെ എനിക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. മരുന്നിന് എത്ര രൂപ വേണം? അതുകൊണ്ട് ഇപ്പം ഞാൻ ഹെൽത്തിൽ പോയിട്ട് ഹെൽത്തിൽ നിന്ന് മരുന്ന് ഫ്രീ ആയിട്ട് മേടിക്കും. കാരണം എനിക്ക് പോയി മരുന്ന് മേടിക്കാനുള്ള കാശില്ലാത്തത് കൊണ്ട്. അങ്ങനെ ഒരു സഹായം ഉണ്ടായതുകൊണ്ട് ഞാൻ ഹെൽത്തിൽ നിന്ന് പ്രഷറിന്റെ ഷുഗറിന്റെ മരുന്ന് മേടിക്കുന്നു. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് എന്റെ കണ്ണിനൊക്കെ ഭയങ്കര വേദനയാ. എനിക്ക് ആശുപത്രി പോകാൻ പൈസ ഇല്ല, ഞാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇനി അടുത്ത കേസിനുള്ള പൈസ വേണം. ആശുപത്രി പോയാൽ കേസിന് കൊടുക്കാനുള്ള പൈസ കാണത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ജീവിതത്തിലാണ് ഞങ്ങളെ പോലുള്ളവർ ജീവിക്കുന്നത്. അതിനൊരു മാറ്റം കിട്ടണം. കാരണം കേസ് പോകുന്നു, കുടുംബ കോടതികളിൽ കേസ് പോകുന്നു, 2-3 വർഷം കൊണ്ട് അത് തീർത്ത് കിട്ടണം. ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും. കാരണം അങ്ങനെ ഒരു തീരുമാനം കിട്ടിയാൽ ഞങ്ങൾക്ക്. ഇപ്പം സഹോദരിയുടെ കാര്യം, ഈ ഒരു അവസ്ഥ ഇപ്പം ITV ന്യൂസ് പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ചിന്തിച്ചതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ കുടുംബ പ്രശ്നങ്ങൾ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ഉണ്ടാവാം. പക്ഷേ മുന്നോട്ട് പോകാൻ, ഒരു തരത്തിലും മുന്നോട്ട് ജീവിക്കാൻ സാധ്യമല്ല, ഒരു സെപ്പറേഷൻ വേണമെന്ന് ആഗ്രഹിച്ച് കോടതികളെ സമീപിച്ചു കഴിഞ്ഞാൽ അനന്തമായ കേസുകൾ നീളുന്ന അവസ്ഥ. ഇത് ഒരു സൈഡിൽ ഈ പൂച്ച എലിയെ തട്ടിക്കളിക്കുന്ന പോലെ നമ്മൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും നമ്മളുടെ ആ പ്രാണഭയത്തെ എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടർ ഒരു വശത്ത്, അവർക്കൊരു കുറവും ഉണ്ടാകുന്നില്ല. ജോലി ചെയ്യുന്നു, മറ്റൊരു കുടുംബജീവിതം നയിക്കുന്നു, അവർ സുഖമായി ജീവിക്കുന്നു. എന്നാൽ മറ്റേ സ്ഥലത്ത് സഹായിക്കാൻ ആരുമില്ല, ജീവിത ഉപാധിയില്ല, യാതൊരു മാർഗവുമില്ലാതെ കഷ്ടപ്പെടുന്നു. അന്നേരം ഇത്തരക്കാർക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് നീതിപീഠമാണ്. അന്നേരം ഇത്തരത്തിൽ ഇവർക്കൊരു വിവാഹമോചനം വേഗത്തിൽ ലഭിക്കുകയും അതല്ലെങ്കിൽ അവർക്കൊരു ജീവനാംശം ലഭിക്കാനും പറ്റാവുന്ന തരത്തിലൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പലതരത്തിലുള്ള മരണങ്ങൾ ഇപ്പോൾ പറയുന്നു, എനിക്ക് മരിക്കാൻ സാധ്യമല്ല, മരിക്കാൻ ഭയമാണ്, ഞാൻ എങ്ങനെയും ജീവിച്ചോളാം, പക്ഷേ എനിക്കൊരു തൊഴിലെടുത്തെങ്കിലും ജീവിക്കാനുള്ള ഒരു അവസരം തരാനാണ് പറയുന്നത്. കാരണം ഒരു സ്ഥലത്തും പോയി ഒരു മാസത്തിൽ തികച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല, കോടതി ആവശ്യങ്ങൾക്കും കേസ് ആവശ്യങ്ങൾക്കുമായിട്ട് വരുന്നു. അന്നേരം ഇതുപോലുള്ള ആയിരക്കണക്കിന് സഹോദരിമാരുടെ ഒരു റെപ്രസെന്റേറ്റീവാണ്. അതുകൊണ്ടാണ് ഈ ഒരു പലരും ഓർക്കുക, ഇതെന്തിനാ ഈ കുടുംബ പ്രശ്നങ്ങൾ അല്ലെ കുടുംബ പ്രാരാബ്ദങ്ങൾ അല്ലെ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇത് ചർച്ച ചെയ്യുന്നത് നാട്ടുകാരോട് പറയുന്നതെന്ന് ഓർക്കാം. പക്ഷേ ഇത്തരം ഒരു അവസ്ഥ പങ്കുവച്ചതിന്റെ കാരണം ഇതുപോലെ ആയിരക്കണക്കിന് സ്ത്രീകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരിക്കാൻ പേടിയായി അതല്ലെങ്കിൽ സഹിച്ച് ക്ഷമിച്ച് അവർ ജീവിച്ചു പോകുന്നു. അന്നേരം ഇതിനൊരു മാറ്റം ഉണ്ടായാൽ അവരെങ്ങനെങ്കിലും ജീവിച്ചോളും, ആരുടെയും സഹായം വേണ്ട, അവർ ജീവിച്ചോളും. എന്ത് പണിയെടുത്താണെങ്കിലും ജീവിക്കാൻ തയ്യാറാണ്. പക്ഷേ അവർക്ക് അതിനു പോലും ഇത്തരം വ്യവഹാരങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട അവർ മനസ്സിലാക്കണം, അവരുടെ കണ്ണു തുറക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഇത്തരം ഒരു ചർച്ച, ഈ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.